അങ്ങനെ ഹൈ ക്രിസ്റ്റോളജി നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് 6 വിഷയങ്ങളാണ് അടക്കം ചെയ്തിട്ടുള്ളത്. പഠനാർഹമായ കുറേ കാര്യങ്ങൾ പ്രാരംഭത്തിൽ പറയുന്നത് ഉപകാരമാകും. ശ്രദ്ധിക്കണം, ഹൈ ക്രിസ്റ്റോളജിയിൽ 6 പ്രധാന വിഷയങ്ങളുണ്ട്. 6 വിഷയങ്ങളിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് യേശുവിൻ്റെ തിരു അവതാരമാണ്. കേട്ടോണം, ഓക്കെ, കുറിച്ചോണം അവയൊക്കെ. 6 ഹൈ ക്രിസ്റ്റോളജിയിലെ 6 പ്രധാന കാര്യം യേശുവിൻ്റെ തിരു അവതാരമാണ്. പാപ പരിഹാരാർത്ഥം, രക്ഷാകര ദൗത്യത്തിന്, അപ്പോൾ തന്നെ വീണ്ടെടുപ്പിൻ്റെ പദ്ധതിയുടെ തനിമയാർന്ന ആവിഷ്കാരത്തിന് വേണ്ടി ദൈവിക നിർണയപ്രകാരം ദൈവം തന്നെ ഭൂമിയിൽ അവതരിച്ചു. അതാണ് തിരു അവതാരം എന്ന് പറയുന്നത്. ഈ ശബ്ദ സംവിധാനം ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി ദൂരെ കേൾക്കുന്നുണ്ട്. വീടുകളിലും വീഥികളിലും ഒക്കെ നിരവധി ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടിയാ പറയുക. ഈ സായം സന്ധ്യയിൽ എത്ര തിരക്കുള്ളവരാണ് നിങ്ങളെങ്കിലും ഈ പ്രഭാഷണത്തിന്, ഇനി പാടുന്ന പാട്ടുകൾക്ക്, ഇതുവരെയുള്ള പാട്ടുകൾക്കൊക്കെ നിങ്ങൾ ചെവി കൊടുത്തു. ഇനി നല്ലത് ഞങ്ങളുടെ ഗായകർ ഇനിയും പാടാൻ ബാക്കി വെച്ചിട്ടുണ്ട്, അതും കേട്ടേ പോകാവൂ. മാത്രമല്ല, ഇത് കേൾക്കാനും ഇത് അനുഭവിക്കാനും ഇങ്ങോട്ട് വെളിച്ചം വെട്ടം ഉള്ളിടത്തോട്ട് വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇങ്ങ് പോരണം. അതല്ല, ഇവിടെ നിന്ന് കേൾക്കാമെന്നതാണ് താല്പര്യമെങ്കിൽ അതും താങ്കളുടെ ഇഷ്ടത്തിന് വിടുക. പക്ഷേ ഈ പ്രഭാഷണം അവസാനം വരെ കേൾക്കാതെ വീട്ടിലേക്ക് കാല് വലിച്ചു വെച്ച് നടക്കരുത് എന്ന കാര്യം കൂടെ പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ തുടരുകയാണ്. ശ്രദ്ധിച്ച്, ഹൈ ക്രിസ്റ്റോളജിയിലെ ഒന്നാമത്തെ കാര്യം തിരു അവതാരമാണ്. ദൈവം തന്നെ മനുഷ്യനായി അവതരിക്കുക. ഇൻകാർണേഷൻ ഓഫ് ജീസസ് എന്ന് പറയും, ഓക്കെ, അല്ലെങ്കിൽ ഇൻകാർണേഷൻ ഓഫ് ഗോഡ് എന്നും പറയാം. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് മലയാള ബൈബിളിൽ വായിക്കുമ്പോൾ ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ് എന്നാണ് 1 തിമോഥെയോസ് 3:16. യോഹന്നാന്റെ സുവിശേഷം 3:16 എത്രമാത്രം പ്രസക്തമാണോ അതുപോലെ പ്രസക്തമാണ് 1 തിമോഥെയോസ് 3:16. ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ്, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു, അതാണ് തിരു അവതാരം. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് യേശുവിൻ്റെ പരമയാഗമാണ്. പരമയാഗമാണ്, ദ സാക്രിഫിഷ്യൽ ക്രൂസിഫിക്ഷൻ ഓഫ് ജീസസ് എന്ന് പറയാം, യേശുവിൻ്റെ പരമയാഗം എന്നൊക്കെ പറയാം. ഓക്കെ, യേശുവിൻ്റെ പരമയാഗം, അതാണ് ഹൈ ക്രിസ്റ്റോളജിയിലെ രണ്ടാമത്തെ വിഷയമെന്ന് നമ്മൾ അറിയണം. ഇവിടെ തിരു അവതാരം ചെയ്ത കർത്താവ് തന്നെത്താൻ നമുക്ക് വേണ്ടി സൗരഭ്യവാസനയായി വഴിപാടും യാഗവുമായി തീർന്നു. യേശുവിൻ്റെ തിരു അവതാരത്തെ ക്രിസ്മസ് എന്ന നിലയിൽ നക്ഷത്ര വിളക്കുകളോടുകൂടെ നമ്മൾ അതിനെ ആഘോഷമാക്കുമ്പോൾ, ലോകം മുഴുവനും ആഘോഷമാക്കുമ്പോൾ, യേശുവിൻ്റെ പരമയാഗത്തെ ഈസ്റ്റർ എന്ന നിലയിൽ ജനം ആഘോഷിക്കുന്നു. എന്തോ വന്നാലും ആഘോഷമാണ് പല ആളുകൾക്കും. പക്ഷേ ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ ആഘോഷം ആത്മാവിലാകുന്നതാണ് നല്ലത്. പ്രൈസ് ദ ലോർഡ്. ഇതിൻ്റെ നാളും തീയതിയും ഒക്കെ അബദ്ധങ്ങളാണ്, അതിലേക്കൊന്നും പോകാൻ ഈ രാത്രി ഞാൻ മുതിരുന്നില്ല. എങ്കിലും തിരു അവതാരം, അതാണ് ക്രിസ്മസ്, പരമയാഗം അതാണ് ഈസ്റ്റർ എന്ന കാര്യം നാം മറന്നു പോകരുത്. ആ പ്രയോഗങ്ങളുടെ അർത്ഥത്തില്ല ഞാൻ പറയുക, ആണ്ടിൻ്റെയും തീയതിയുടെയും പേരിലല്ല എന്ന അടിക്കുറിപ്പ് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഹൈ ക്രിസ്റ്റോളജിയിലെ മൂന്നാമത്തെ സംഗതി എന്ന് പറയുന്നത് യേശുവിൻ്റെ പുനരുദ്ധാനമാണ്, ദ റിസറക്ഷൻ ഓഫ് ജീസസ് എന്നുള്ളത്. യേശു മരിച്ചതല്ല പ്രധാനം, യേശു ഉയർത്തതാണ് പ്രധാനം. മരിച്ച എത്രയോ മഹാന്മാരുണ്ട്, ആ കൂട്ടത്തിൽ യേശുവിനെ കാണാൻ പറ്റില്ല. കാരണം മരിക്കുക മാത്രമല്ല, ഉയർത്തെഴുന്നേൽക്കുകയും കൂടെ ചെയ്തു. ആ ഉയർപ്പിൻ്റെ ശക്തിയാണ് ദൈവസഭയുടെ പ്രചോദനം. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ മുന്നേറ്റത്തിന്, കുതിപ്പിന് കാരണമാകുന്ന ഇന്ധനം യേശുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയാണ് എന്നറിയണം. ഹൈ ക്രിസ്റ്റോളജിയിലെ നാലാമത്തെ വിഷയം എന്ന് പറയുന്നത് ദ അസെൻഷൻ ഓഫ് ജീസസ് ആണ്, അതായത് യേശുവിൻ്റെ സ്വർഗാരോഹണം എന്നുള്ളതാണ്. ഉയർത്തെഴുന്നേറ്റ യേശു ഗതി കിട്ടാത്ത ഒരാത്മാവായി ഭൂമിയിലൂടെ അലയുകയോ ആ ആത്മാവിനെ ആവാഹിച്ച് ഏതെങ്കിലും പള്ളിയുടെ അൾത്താരയിൽ അടയ്ക്കുകയോ കുരിശിൽ ആണിയടിച്ച് ഉറപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഉയർത്തെഴുന്നേറ്റ യേശു 40 ദിവസം ഭൂമിയിൽ താൻ ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിച്ചു. 40 ദിവസം കൊണ്ട് ഉണ്ടായിരുന്നു. 500-ലധികം പേർക്ക് യേശു പ്രത്യക്ഷമായി എന്ന തിരുവെഴുത്തിൽ ഡോക്ടർ ലൂക്ക് തന്നെ വിവരണം തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ യേശുവിൻ്റെ സ്വർഗാരോഹണം, അതാണ് ഹൈ ക്രിസ്റ്റോളജിയിലെ നാലാമത്തെ വിഷയം. ഹൈ ക്രിസ്റ്റോളജിയിലെ അഞ്ചാമത്തെ വിഷയം എന്ന് പറയുന്നത് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആണ്, പരിശുദ്ധാത്മാവിൻ്റെ അവരോഹണം. ഓക്കെ, യേശുവിൻ്റെ സ്വർഗാരോഹണം കഴിഞ്ഞ് യേശുവിൻ്റെ
യേശു വാഗ്ദത്തം ചെയ്തതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ അവരോഹണം, അതും ക്രിസ്റ്റോളജിയുടെ ഭാഗമായി പഠിക്കുന്നത് നല്ലത്. ഞാൻ പോയി നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കാര്യസ്ഥനായി നൽകിത്തരുമെന്നുള്ളതാണ്. അപ്പോൾ അതാണ് അഞ്ചാമത്തെ കാര്യം. ഈ 5 കാര്യങ്ങൾ കൃത്യതയോടുകൂടെ നിറവേറി എന്നുള്ളത് സന്തോഷപ്രദമായൊരു കാര്യമാണ്. ഈ 5 കാര്യം നിറവേറി എന്നുള്ള പ്രാഗൽഭ്യത്തോടെ നമ്മൾ അടുത്ത ഒരു കാര്യത്തിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. 6-ാമത്തേത് ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ്. യേശുവിൻ്റെ പ്രത്യാഗമനം എന്ന് രഞ്ജു പാസ്റ്റർ പറഞ്ഞല്ലോ. യേശുവിൻ്റെ പുനരാഗമനം, 2ാം വരവ് എന്നൊക്കെയുള്ളത് ദൈവസഭ അവലോട് കാത്തിരിക്കുന്നത് കറചുളുക്കം വാട്ടം മാലിന്യമൊന്നുമില്ലാതെ പുനരാഗമിക്കുന്ന കർത്താവിനോടൊപ്പം സമാഗമിക്കേണ്ടതിന് അവലോടെ ആവേശത്തോടെ നമ്മളെങ്ങനെ കാത്തിരിക്കുന്നു. അപ്പൊ ഈ 6 കാര്യങ്ങൾ ഒരുമിച്ച് ചേരുന്നതാണ് യഥാർത്ഥത്തിൽ സുവിശേഷം എന്ന് പറയുന്നത്. എത്ര പേർക്ക് ബോധ്യമായിട്ടുണ്ട്? യേശുവിൻ്റെ ധന്യമായ സുവിശേഷത്തിൽ അടക്കം ചെയ്ത 6 വിഷയങ്ങൾ ഇവയാണ് എന്ന് നമ്മൾ അറിയണം. ഈ 6 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെയോ അല്ലെങ്കിൽ ഇതിലെല്ലാറ്റിനെയും കൂടെ പരാമർശിക്കുമ്പോൾ സുവിശേഷം അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നത് എന്നറിയണം. എന്നാൽ ഇന്ന് രാത്രിയിൽ ഞാൻ വായിച്ചു കേൾപ്പിച്ച വാക്യവുമായി ബന്ധപ്പെട്ട് 2:14 ബന്ധപ്പെട്ട് ഡോക്ടർ ലൂക്ക് നൽകുന്ന അനുഗ്രഹിത വിവരണം, മത്തായിയോ മർക്കോസോ യോഹന്നാനോ തരാത്ത, മറ്റിതര എഴുത്തുകാരും പരാമർശിക്കാത്ത, വാനവിരവിൽ കേട്ടതായിരിക്കുന്ന മനോഹരമായൊരു സംഗീതത്തിൻ്റെ അവതരണത്തെ ഡോക്ടർ ലൂക്ക് ആത്മാവിൽ വെളിപ്പാട് കിട്ടി താൻ ലിഖിതമാക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തെ കൂടെ ഈ ക്രിസ്മസ് നാളുകളിൽ നാം അറിയേണ്ടതായിട്ടുണ്ട്. നക്ഷത്രവിളക്കിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. കാരണം നമ്മുടെ വീട്ടിൽ നക്ഷത്രം തൂങ്ങിക്കിടന്ന് കാറ്റത്താടിയിട്ട് പറയുന്നു വഴി ഇതിലേ ആകുന്നു എന്ന് പറയാറുണ്ട്. ഭോജനശാലകളിൽ നക്ഷത്രവിളക്ക് ഒത്തിരിയുണ്ട്, അതും പറയുന്നു വഴി ഇതാകുന്നു. കുഴിമന്തിക്കടയിലും നക്ഷത്രമുണ്ട്, അതും പറയുന്നത് വഴി ഇതാകുന്നു, ഇതിലേ പോരാന്ന. കള്ളുഷാപ്പിൽ നക്ഷത്രം തൂങ്ങിക്കിടന്ന് ഇങ്ങനെ ചിന്നിമിന്നി കത്തുന്നുണ്ട്, അതും പറയുന്നത് വഴി ഇതാകുന്നു എന്ന്. അപ്പൊ ഏതാ വഴി യഥാർത്ഥത്തിൽ എന്നുള്ളത് വഴിയറിയാതെ ദിശാബോധമില്ലാതെ ആളുകൾ കുരുങ്ങുമ്പോൾ സുവിശേഷം ഒരു വഴി പറയുന്നുണ്ട്, അതാണ് യഥാർത്ഥ വഴി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ വഴിയെക്കുറിച്ചുള്ള അവബോധം തരികയാ ഞങ്ങളുടെ ഇതുവരെയുള്ള പാട്ടുകളിലൂടെ, ഇനിയുള്ള പ്രഭാഷണങ്ങളിലൂടെ, ഇനിയുള്ള പാട്ടിലും അത് തന്നെയാണ് താങ്കൾക്ക് ബോധ്യമാകുന്നത് എന്ന കാര്യം അറിയണം. ഓക്കെ, അപ്പൊ ഈ ക്രിസ്മസ് ദിനങ്ങളുടെ തിരക്കിനിടയിൽ അല്പം ശാന്തമായി സായം സന്ധ്യയിൽ ആത്മാവിന് കൂടുതൽ പ്രചോദനം നൽകുന്ന ചില വിചാരങ്ങൾ നൽകുകയാണ്. എന്താണ് ഈ പാട്ടിൻ്റെ പിന്നാമ്പുറം? അതാദ്യമായിട്ട് പ്രസ്താവിക്കാൻ ചെറുപ്പക്കാരൊക്കെ ശ്രദ്ധിച്ചു കൊള്ളണം. ചെറുപ്പക്കാർ മാത്രമല്ല, എല്ലാവരും ശ്രദ്ധിക്കണം, കുഞ്ഞുങ്ങളടക്കം. ഈ 2:14 വാക്യത്തിൻ്റെ പിന്നിൽ സുന്ദരമായൊരു പശ്ചാത്തലമുണ്ട്. യഹൂദ പാരമ്പര്യം അനുസരിച്ചൊരു യുവതി ഗർഭവതിയായാൽ, ശ്രദ്ധിച്ചു കേൾക്കണം ആ ഭാഗം. യഹൂദ പാരമ്പര്യം അനുസരിച്ചൊരു യുവതി ഗർഭവതിയായാൽ അവരുടെ പ്രസവകാലം തികയുന്ന ആ നേരം കൃത്യമായിട്ട് അവർക്കറിയാം. ദൈവത്തിൻ്റെ ജനം പ്രസവിക്കാൻ നിറവും തിറവുമുള്ളവരാണ്. യഹൂദ സ്ത്രീകൾ അങ്ങനെയാണ്. പ്രസവത്തിൻ്റെ കാലമെത്തുമ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എവിടെ എന്നവർ അന്വേഷിക്കാറില്ല. നമ്മളതിന് മുമ്പേ അവിടെ ചെന്ന് കാര്യങ്ങളെല്ലാം ഏർപ്പാടാക്കി സമയത്തിന് മുമ്പേ കൊച്ചിനെ അവിടെ കൊണ്ട് എന്ന് ദണ്ണിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ യഹൂദൻ അങ്ങനെ ഒരു ഇടപാടേ ഇല്ല. അവർ പ്രസവത്തിൻ്റെ സമയം കൃത്യമായി സൂതി കർമ്മിണികൾ പറയും. വീട്ടിലോ കുടുംബത്തിലോ അല്ലെങ്കിൽ നാട്ടിലോ വയറ്റാട്ടി അമ്മച്ചിമാരുണ്ട്. അവരുമായിട്ട് ഈ പെൺകുട്ടി സംസാരിക്കുമ്പോൾ അവർ കൃത്യം പറയും, മോളെ ഇന്നപ്പോഴാണ് ഈ പ്രസവം നടക്കാൻ സാധ്യതയുള്ളൂ. അവർ കുറിച്ചു കൊടുക്കുന്ന സമയം കൃത്യമായിരിക്കും. അപ്പോൾ വീടിൻ്റെ ഒരു മുറി തന്നെ പ്രസവ മുറിയായിട്ട് സജ്ജമാക്കും. ഏതാണ്ട് 2-3 ദിവസത്തിന് മുൻപേ ഈ സൂതികർമ്മിണി അമ്മച്ചിമാർ 1-2 പേരുണ്ടാകും. വീട്ടിലെ മുതിർന്ന അമ്മച്ചിമാരും ഈ പെൺകുഞ്ഞുമായിട്ട് ആ മുറിയിലങ്ങ് ആയിക്കഴിഞ്ഞാൽ പ്രസവം എന്ന കർമ്മത്തെക്കുറിച്ച് ആ പെണ്ണിനെ പറഞ്ഞ് മനസ്സിലാക്കി, പേടിക്കാനൊന്നുമില്ല കേട്ടോ, ഇന്നിന്ന കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് അവളെ ബോധ്യമാക്കി അവബോധം കൊടുക്കും. ടെൻഷൻ അങ്ങ് മാറ്റും. മനസ്സിന് ദുഃഖകരമായി ഒരു കാര്യങ്ങളും കേൾപ്പിക്കാതെ സന്തോഷചിത്തമായി പല കാര്യങ്ങളും പറഞ്ഞ് അവരെ പെൺകുട്ടിയെ ധൈര്യപ്പെടുത്തും. പക്ഷേ ആ പ്രസവത്തിൻ്റെ ദിവസമെത്തുമ്പോൾ അവളുടെ ഗർഭത്തിന് ഉത്തരവാദിയായ പുരുഷനുണ്ടല്ലോ, അവളുടെ ഭർത്താവ്, ഇതുപോലെ വീട്ടുമുറ്റം വൃത്തിയാക്കിയിട്ട് ഇതുപോലെ നല്ല പരവതാനിയൊക്കെ വിരിച്ച് ആ നാട്ടിലെ ഏറ്റവും മികച്ച ഒരു മ്യൂസിക് ടീമിനെ വരുത്തണം. അത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ജനിച്ചു വീഴുന്ന കുട്ടി ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു ശബ്ദം അവൻ്റെ കാതിലേക്ക്, ആ ഇളം കാതിലേക്ക്, കർണപുടത്തിലേക്ക് വന്നു കയറുന്നതിന് മുൻപ് താളം, ലയം, ശ്രുതി, സംഗീതത്തിൻ്റെ സമസ്ത സംഗതികളും കോർത്തിണക്കപ്പെട്ട് വാദ്യോപകരണങ്ങളുടെ തനത് ആ താളമെല്ലാം കൂടെ സമന്വയിക്കപ്പെട്ട സമഞ്ജസമായി സമ്മേളിക്കപ്പെട്ട പാട്ടിൻ്റെ വരികൾ ആ കുഞ്ഞ്
കേട്ടിട്ട് വേണം പുറത്തേക്ക് വരാൻ. അത് നിർബന്ധമാണ്. മനസ്സിലാകുന്നുണ്ടോ? ഒരൊറ്റ കുഞ്ഞും അപശബ്ദം കേട്ട് പുറത്തു വരരുത്. ചില കുഞ്ഞുങ്ങൾ പ്രസവിച്ച് ഇങ്ങോട്ട് വീഴുമ്പോൾ അമ്മയുടെ കരച്ചിൽ കേട്ടാണ് വരിക. അമ്മയുടെ കരച്ചിലിന് മീതെ നിൽക്കണം ഈ പാട്ടിന്റെ താളം. അതുകൊണ്ട് കുഞ്ഞ് ജനിച്ചു വീണാൽ ഉടൻ പാട്ട് കേൾപ്പിക്കാൻ ആ നാട്ടിലെ ഏറ്റവും മികച്ച ഒരു ടീമിനെ അവർ വിളിച്ചു വരുത്തിയിരിക്കും. അത് മികച്ച ടീമെന്നൊക്കെ പറഞ്ഞാൽ അവൻ്റെ കീശയിലെ കാശിൻ്റെ കനം അനുസരിച്ചാണ്. ചിലപ്പോൾ ഈ തല്ലിക്കൂട്ട് ടീമെന്നൊക്കെ പറയുന്ന പാട്ടുകാർ പിണങ്ങരുത് എന്നോട്, ഞാൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ തല്ലിക്കൂട്ട് ടീമെന്നൊക്കെ പറഞ്ഞാൽ ഒരു കൺവെൻഷൻ പെട്ടെന്ന് അങ്ങ് നടത്തണം. ഓക്കെ, അതിനിപ്പോൾ ആരെയും വലിയ ടീമിനെ ഒന്നും വിളിക്കാൻ കാശില്ല സംഘാടകർക്ക്. അപ്പോൾ പിന്നെ ഒരു തല്ലിക്കൂട്ട് ടീമാണ്. തല്ലിക്കൂട്ട് ടീമെന്ന് പറഞ്ഞാൽ ലക്ഷണം ഇതാണ്: കീബോർഡ് വായിക്കുന്ന പുള്ളിയായിട്ട് ഒരു പരിചയം ഇല്ലാത്തൊരു തബലക്കാരൻ, അവർ തമ്മിൽ ഒരു പരിചയമില്ല. ഓക്കെ, ഇവരെ രണ്ടുപേരെയും ഒരു പരിചയമില്ലാത്തൊരു പാട്ടുകാരൻ, മനസ്സിലായില്ലേ? ഈ 3 പേരെയും പരിചയമില്ലാത്ത ഒരു മൈക്ക് സെറ്റുകാരനും. ഇതാണ് ഈ തല്ലിക്കൂട്ടി ടീമെന്ന് പറയുന്നത്. അപ്പോൾ പാട്ട് തുടങ്ങാൻ നേരമാകുമ്പോൾ പുള്ളി കീബോർഡ് ടോൺ ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ, തബല ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുകയുള്ളൂ. പാട്ടുകാരൻ ഏത് പാടണമെന്നുള്ള കണ്ടശുദ്ധി വരുത്തി ഇങ്ങനെ തയ്യാറാകത്തേ ഉള്ളൂ. സമയത്തൊന്നും ഇത് തുടങ്ങത്തുമില്ല, ഒടുങ്ങത്തുമില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പാസ്റ്റർമാർ അല്പം പ്രായം ചെന്ന് അപ്പച്ചന്മാർ വല്ലതും ആണെങ്കിൽ എടാ പിള്ളേരെ പാടുന്നെങ്കിൽ പാടില്ല, ഞങ്ങളിപ്പോൾ പ്രസംഗിക്കാൻ പോകാമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഈ തല്ലിക്കൂട്ടി ടീം എന്നൊക്കെ പറയുന്നത്. പക്ഷെ അങ്ങനെയൊന്നും പോരാ. ആ നാട്ടിൽ പേരും പെരുമയുമുള്ളൊരു നല്ല ടീമിനെ വരുത്തണം. ഈ മുറ്റം അലങ്കരിച്ചപ്പോൾ എനിക്ക് ആ സന്ദർഭം ഓർമ്മ വരികയായിരുന്നു. വളരെ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന മുറ്റത്തിലേക്ക് ഇതുപോലുള്ള വാദ്യോപകരണങ്ങൾ ഇങ്ങനെ കൊണ്ടിങ്ങനെ കൊണ്ട് വയ്ക്കുക, എല്ലാം സജ്ജമാക്കി വെച്ചിരിക്കുകയാകും. അനക്കമില്ലാതെ അതെല്ലാം അങ്ങനെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. റെഡി 1 2 3 എന്ന് പറയുമ്പോൾ പാട്ട് തുടങ്ങത്തക്ക നിലയിലെല്ലാം സജ്ജമായിരിക്കും. അതാണ് ആ ടീമിന്റെ മികവ് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവരും വിവിധ തരത്തിലുള്ള തമ്പുരു, കിന്നരം, വീണ അടക്കമുള്ള സകല ഈ കീബോർഡ് ഇങ്ങനെയുള്ള നമ്മുടെ ഈ കറുത്തതും വെളുത്തതുമായ കട്ടകളിലൂടെ വിരലോടിച്ച് താളമുണ്ടാക്കുന്ന ഈ സംഗതിയൊക്കെ ഈ അടുത്ത കാലത്താണ്. പക്ഷെ അതിനു മുമ്പുള്ള പ്രാചീന വാദിത്രങ്ങൾ എല്ലാം ഇങ്ങനെ മുറ്റത്ത് നിരത്തിയിട്ടുണ്ടാകും. നല്ല സൂപ്പർ ഗായികമാരും ഗായകന്മാരും ഉണ്ടാകും. ഞാനതെല്ലാം പറയുമ്പോൾ ഓർത്തോണം, ആ ചെറുപ്പക്കാരൻ്റെ കീശയിലെ കാശിൻ്റെ കനമാണ് അതിൻ്റെ ബലമെന്നുള്ള കാര്യം കൂടെ ഓർത്തോണം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടി ഇങ്ങനെ സജ്ജമാക്കി നിൽക്കുന്ന നേരത്ത് അവരുടെ കയ്യിലെ പാട്ടുണ്ടല്ലോ, പഴയതെങ്കിലും പാട്ടല്ല. ജനിച്ചു വീഴുന്ന കുഞ്ഞ് ചക്രവർത്തിയാകുമെന്നും രാജ്യങ്ങളെ പിടിച്ചടക്കുമെന്നും അവൻ വലിയ വലിയ ധനാട്യനാകുമെന്നൊക്കെയുള്ള അനുഗ്രഹത്തിൻ്റെ പാട്ടിൻ്റെ വരികൾ അതിനകത്തുള്ളത്. ഇവൻ നാളെ ചുമട്ടുതൊഴിലാളിയായി പോയാലും പാട്ട് രാജാവാകുമെന്ന് തന്നെയാണ് അങ്ങനെ എഴുതി പതിപ്പിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പാട്ടെല്ലാം കൂടി ഇങ്ങനെ സെറ്റ് ചെയ്ത് അവരിങ്ങനെ പാടാൻ തയ്യാറായി നിൽക്കുമ്പോൾ ഈ പ്രസവമുറിയുടെ കിളിവാതിൽ തുറന്നിട്ട് സോതി കർമ്മണി പുറത്തേക്ക് തലയിട്ടിട്ട് പറയും, പ്രസവം നടന്നു, സുഖപ്രസവം, കുട്ടി. അതാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. കുട്ടി പെണ്ണാണ് എന്ന് പറഞ്ഞു പോയാൽ ഈ വാദിത്രങ്ങളൊക്കെ അനക്കാതെ ശബ്ദം ഉണ്ടാക്കാതെ എടുത്ത് തോളി വെച്ച് മരണവീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പോലെ വിലാപയാത്രയായിട്ട് അങ്ങ് പോകും. സഹോദരി സമാജം പിണങ്ങരുത്, പെൺകുട്ടി ജനിച്ച പാട്ടില്ലെന്ന്. യഹൂദന്റെ വീട്ടിൽ ഒരു പെൺകുട്ടി ജനിച്ചാൽ പാട്ടുമില്ല, മേളവും ഇല്ല, താളവും ഇല്ല. എല്ലാവരും ഇതെടുത്തുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോകുമ്പം ഈ ടീമിൻ്റെ ഡയറക്ടർ ഉണ്ടാവും. അദ്ദേഹത്തിന് അഡ്വാൻസ് കൊടുത്ത തുകയുണ്ടല്ലോ, അത് ഈ ചെറുപ്പക്കാരൻ്റെ പോക്കറ്റോട്ട് വെച്ച് കൊടുത്തിട്ട് പറയും, അടുത്ത പ്രാവശ്യത്തിന് ആയിക്കോട്ടെ കാണാം, ഞങ്ങൾ പോവുക എന്ന് പറഞ്ഞ് അങ്ങ് പോകും. മനസ്സിലായി? ഒരു പാട്ടിനും കൂടുള്ള താല്പര്യം അവനിൽ കൊടുത്തിട്ടേ അവർ പോകത്തുള്ളൂ. അങ്ങനെ അങ്ങ് പോവുകയാണ്. പക്ഷേ സൂതികർമ്മിണി പറയുകയാണ്, പ്രസവം നടന്നു, സുഖപ്രസവം, കുട്ടി ആണാണ്. ആണാണ് എന്ന് പറയുന്ന നീ തീർന്നതിന് മുമ്പ് പാട്ട് ഇവിടെ തുടങ്ങും. ഗംഭീര പാട്ടാ. ആൺകുട്ടി ജനിച്ചാൽ പാട്ട് കേൾക്കണം. ഉണ്ടോ സഹോദരിമാരുടെ ഒരു പിണക്കം കണ്ടോ? ആൺപിള്ളേർ ജനിച്ചാൽ എന്തോ വേണം? പാട്ട് കേൾക്കണം. ആൺപിള്ളേർ ജനിച്ചാൽ പാട്ട് കേൾക്കണം. പിന്നെ പാട്ടായി, കോട്ടായി, താളം, മേളം എല്ലാം കൂടെ ഒരുമിച്ചങ്ങോട്ട് അതെപ്പോൾ തീരുമെന്നൊന്നും പറയാൻ പറ്റില്ല. അല്പം കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞിനെ നന്നായി തുടച്ച് വൃത്തിയാക്കി സ്വാഡിലിൻ എന്ന് പറയുന്നൊരു ക്ലോത്ത് ഉണ്ട്. നമ്മൾ KV സൈമൺ സാറ് വരെ എഴുതി വെച്ചേക്കുന്ന പാട്ടിനകത്ത് പഴം തുണിയിൽ പൊതിഞ്ഞെന്നൊക്കെ. അതൊക്കെ എന്നെ മണ്ടത്തരമാണെന്നറിയാമോ? യഹൂദൻ്റെ കൊച്ചിനെ പഴം തുണിയിലൊന്നും പൊതിയത്തില്ല. നമ്മുടെ നാട്ടിലൊരു പ്രസവം നടന്നു എന്നുള്ള വിവരം ആരും അറിയണ്ട. നമ്മളതിലെ വണ്ടി ഓടിച്ച് പോകുമ്പോഴറിയാം. പഴയ ഡബിളൊക്കെ ഇങ്ങനെ 4ആയിട്ടും അല്ല 8, 10, 16ആയിട്ടൊക്കെ കീറി നുറുക്കി ഇങ്ങനെ നിരത്തി ഉണക്കാനിട്ടേക്കുമ്പോഴേ അറിയാം ഇവിടെ ഒരു പ്രസവം നടന്നു എന്നുള്ള വിവരം. മനസ്സിലായി? പഴയ കോട്ടൻ കൈലിയൊക്കെ ഇങ്ങനെ മുറിച്ചിട്ടേക്കും. പക്ഷേ സ്വാഡിലിൻ ക്ലോത്ത് എന്ന് പറയുന്നൊരു ക്ലോത്തുണ്ട്. അത് യൂസ് ആൻഡ് ത്രോയാണ്. അത് വളരെ ബൾക്കായിട്ട് അവർ വാങ്ങിച്ചിങ്ങനെ വെച്ചിരിക്കും.
അതിലാണ് അമ്മയും കുഞ്ഞിനെയും എല്ലാം അവർ സംരക്ഷിക്കുന്നത്. കുഞ്ഞിനെ തുടയ്ക്കുന്നതും വൃത്തിയാക്കുന്നതുമെല്ലാം അതിനകത്ത് തന്നെയാണ്. സ്വാഡലിംഗ് എന്ന് പറയും ആ ക്ലോത്തിന്. ഓക്കെ, അപ്പം അങ്ങനെയുള്ളതായിരിക്കുന്ന തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കി അതിൽ പൊതിഞ്ഞിട്ട് ഈ ശ്രുതികർമ്മണി തന്നെ പുറത്തേക്ക് വന്നിട്ട് കുഞ്ഞിനെ ഇങ്ങനെ നീട്ടുമ്പോൾ ഈ അപ്പൻ, ആ കുഞ്ഞിൻ്റെ അപ്പൻ തന്നെ അഭിമാനത്തോടെ നിറകണ്ണുകളോടെ വാങ്ങിയിട്ട് ഒന്നുകിൽ കുടുംബത്തിൻ്റെ കാർന്നവരും അതല്ലെങ്കിൽ പുരോഹിതന്മാരിൽ ആരെങ്കിലുമൊക്കെ അവർ വിളിച്ചിട്ടുണ്ടാകും. നമ്മൾ ചില ഫംഗ്ഷനിൽ ഓവർസിയറെ വിളിക്കണോ, സെൻട്രൽ പാസ്റ്ററെ വിളിക്കണോ, അതോ സാധാ പാസ്റ്റർ മതിയോ എന്നൊക്കെ ഉള്ളത് നമ്മുടെ ആ നിലവാരം അനുസരിച്ച്. എന്നതുപോലെ ആ പയ്യൻ അല്പം പിടിപാടുള്ളവനാണെങ്കിൽ മഹാപുരോഹിതനെ തന്നെ വിളിക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും പുരോഹിതന്മാരിൽ ഒരാളുണ്ടാവും, അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കൈമാറും. അദ്ദേഹം ആ കുഞ്ഞിനെ എടുത്തു വെച്ച് യാഹോവയ്ക്ക് സ്തോത്രാർപ്പണങ്ങൾ നടത്തിക്കഴിഞ്ഞ് പിന്നീട് പാട്ടങ്ങോട്ട് തുടരുക. ഭക്ഷണമായി ഇതായി നൃത്തവും ബഹളവും ഒക്കെയാകും. അവൻ്റെ കീശയിലെ അവസാനത്തെ ചില്ലി തീരുന്നിടം വരെ അവിടെ പാട്ടും ബഹളമാണ്. പെങ്കൊച്ചാണെങ്കിൽ പാട്ടില്ല. വിവരം മനസ്സിലായി? ഇത്രയും കാര്യം മനസ്സിലായെങ്കിൽ അടുത്ത ഒരു സ്ഥലത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ഒരാശാരിപ്പണിക്കാരൻ, വലിയ ജീവിത നിലവാരമൊന്നുമില്ലാത്തൊരു പുള്ളിയാണ്. നല്ലൊരു കുടുംബത്തിൽ നിന്ന് വിവാഹ നിശ്ചയം കഴിഞ്ഞു. വിവാഹത്തിന് വേണ്ടി കാര്യങ്ങളെല്ലാം ചെയ്ത് ക്രമീകരിച്ചിരിക്കുമ്പോഴാണ് നടുങ്ങുന്നൊരു വാർത്ത, പെങ്കൊച്ച് ഗർഭിണിയാണെന്ന്. അപ്പൊ പിന്നെ അവളെ കല്ലെറിഞ്ഞു കൊല്ലണം, മോശയുടെ ന്യായപ്രമാണം. അവിഹിത ഗർഭം, അവളെ കല്ലെറിഞ്ഞു കൊന്നേ പറ്റൂ. പക്ഷെ ഇവൻ നീതിമാനായതുകൊണ്ട് അന്വേഷിച്ചു. നാട്ടുകാരോടും വീട്ടുകാരോടുമല്ല, സേവിക്കുന്ന യാഹോവയോട് അന്വേഷിച്ചു. യാഹോവ പറഞ്ഞു, അവിഹിത ഗർഭമൊന്നുമല്ല, അത്യുന്നതന്റെ ശക്തി നിഴലിട്ടപ്പോൾ ഉണ്ടായതാണത്, നീ അതിനെ സ്വീകരിക്കണം. ഏറ്റുകൊണ്ടു. നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാം വെറുപ്പിച്ചുകൊണ്ട് അവനെ പെൺകുഞ്ഞിനെ ഏറ്റുകൊണ്ടു. ആശാരിപ്പണി ചെയ്ത് ജീവിക്കുവാൻ വേണ്ടി പാടുപെടുന്ന ആ ചെറുപ്പക്കാരൻ്റെ ആ ധൈര്യത്തെ നമ്മൾ നമിച്ചേ പറ്റുകയുള്ളൂ. അവരുടെ പ്രസവകാലമെടുത്തു. നിറവയറോടുകൂടെ അങ്ങ് നസറേത്തിലാണ്. പെട്ടെന്ന് അടുത്ത ഒരു സംഘർഷമുണ്ടായി. ഔഗസ്ത്യോസ് കൈസർ എന്ന നാടുവഴി പേർവഴി ചാർത്തേണ്ടതിന് അവരവരുടെ നാട്ടിൽ വരണമെന്നൊരു നിർബന്ധം. അന്ന് അതിനു മുമ്പ് വരെ എല്ലാവരും വീട് വീടാന്തരം കയറിയിറങ്ങി ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്ന പ്രക്രിയ. ഇത് അവരവരുടെ നാട്ടിൽ വന്ന് പേർവഴി ചാർത്തണം. അതിന് വരേണ്ടി വന്നു ഇവൾക്ക് ബത്ലഹേമോളം. നിറവയറോടുകൂടെ 85 മൈൽ താണ്ടി, കുന്നുകൾ, താഴ്വരകൾ, സമതലങ്ങളൊക്കെ താണ്ടി, ചെറിയ വഴികൾ, വിശാലമായ പാതകളൊക്കെ താണ്ടി അവിടെ എത്തുക ദുഷ്കരമാണ്. നിറവയറോടെ വരിക. അന്ന് യാത്ര ചെയ്യുവാൻ ഈ മരപ്പണിക്കാരന് ആകെ ഉള്ളത് ഒരു കോവർ കഴുതയാകാം, അല്ലെങ്കിൽ ഒരു സാധാരണ കഴുതയാകാം. അത്യാവശ്യ സാധനങ്ങൾ അതിൻ്റെ മേൽ കെട്ടിവെച്ചിട്ട് ഇവളെയും കൊണ്ട് നടക്കുകയാണ്. സന്ധ്യ അണയുമ്പോൾ ഏതെങ്കിലും വഴി സത്രങ്ങളിൽ അങ്ങ് തങ്ങിക്കൊണ്ട് നേരം പ്രഭാതമാകുമ്പോൾ വീണ്ടും യാത്ര തുടരുകയാണ്. അങ്ങനെ ചില ദിവസങ്ങൾ കഴിഞ്ഞ് ബത്ലഹേമിലെത്തിയപ്പോൾ അവൾ കാതരമിഴികളോടെ പറഞ്ഞു, ഇനി ഒരു ചുവട് പോലും നടക്കാൻ പറ്റില്ല, വേദന അധികരിക്കുന്നു, പ്രസവത്തിൻ്റെ നേരമായി എന്നാ തോന്നുക. അവൻ ആകപ്പാടെ പകച്ചുപോയി. പ്രസവത്തിൻ്റെ നേരമായാൽ ആകപ്പാടെ കുഴയും. കാരണം എന്താണെന്നറിയാമോ? ഈ യാത്രയിൽ അവനോടൊപ്പം മറ്റാരുമില്ല. ഒരു സ്ത്രീ പ്രസവിക്കുമ്പോൾ സ്വകാര്യമായി ഒരിടം വേണ്ടേ? അങ്ങനെ ഒരിടമില്ല ഈ വഴിയിൽ. ഓടി വീടുകളിൽ തട്ടിമുട്ടി ചോദിച്ചു, എൻ്റെ ഭാര്യയുടെ പ്രസവ സമയമായി, ഞങ്ങളിങ്ങനെ പേർവഴി ചാർത്താൻ വന്നതാ, എന്താ ചെയ്യുക? ഒരല്പസ്ഥലം ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് അനുവദിക്കാമോ? അടിമുടി നോക്കി അവര്. എന്നിട്ട് അത് വല്ലാത്ത ഒരു പുച്ഛഭാവത്തോടെ കതക് വലിച്ചടച്ചു. വീടുകളിൽ തട്ടിമുട്ടി ചോദിച്ചിട്ട് ആരും കൊടുത്തില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ നിർവാഹമില്ല. വേദനയുടെ ആ വല്ലായ്മ, അത് വല്ലാത്തൊരനുഭവം തന്നെയല്ലേ? ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത ഒരിടത്തേക്ക് ഇവളെ മാറ്റുകയാണ് ചെറുപ്പക്കാരൻ. ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത ആ വഴിയോരത്തല്പം നിബിഡമായ ഒരു കാട്ടിനകത്തേക്കായിരിക്കാം ഒരുപക്ഷെ. അവിടേക്ക് കൊണ്ട് കിടത്തിയിട്ട് വല്ലാത്ത പിരിമുറുക്കത്തോടെ ഇദ്ദേഹം നിന്ന് ഞെളിവിരി കൊള്ളുന്നു. കാരണം പ്രസവ വേദന ഭാര്യയ്ക്കാണെങ്കിലും അതിനേക്കാൾ വലിയ വേദന അവനെ ഭരിക്കുന്നുണ്ട്. ഒന്ന്, കൂടെ സഹായിക്കാൻ മറ്റ് സ്ത്രീകളാരുമില്ല. രണ്ട്, സ്വകാര്യമായ ഒരു സ്ഥലമില്ല. അതിലേറെ പ്രധാനം, മുമ്പേ ഞാൻ പറഞ്ഞത്, ജനിക്കുന്നത് ആൺകുഞ്ഞ് തന്നെയാണെന്ന് പ്രവചനമുണ്ട്. ജനിച്ച ആൺകുഞ്ഞിൻ്റെ കാതിൽ പാട്ട് കേൾപ്പിക്കാൻ പറ്റാത്തൊരു ഭർത്താവ് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അവന് ഭാര്യ വീട്ടിൽ നിന്ന് ഏറ്റവും വലിയ ആക്ഷേപം കിട്ടും. അവൻ്റെ വീട്ടുകാർ തന്നെ പറയും, നീ ഇങ്ങനെ ഒരുത്തനായിപ്പോയല്ലോടാ, ഭാര്യയുടെ പ്രസവ സമയത്ത് ഒരു ടീമിനെ വരുത്താൻ
പറ്റാത്ത ഗതികേട്, നിന്റെ കൂടി ഇനി അവൾ എങ്ങനെയാ ജീവിക്കുക? ആ കുഞ്ഞ് ഈ ലോകത്തിൻ്റെ ശബ്ദങ്ങൾ കേട്ടാണല്ലോ വളർന്നു വന്നത്, അവൻ്റെ ഭാവി എന്താകും? അങ്ങനെയൊക്കെ ആളുകൾ ആക്ഷേപിക്കാൻ സാധ്യതയുള്ളൂ. എൻ്റെ ദൈവമേ, ഞാൻ ഇങ്ങനെ ഒരാളായിപ്പോയല്ലോ, ഈ പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യണം എന്നോർത്ത് പിരിമുറുക്കത്തോടുകൂടെ ഈ ചെറുപ്പക്കാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ഞെളിപിരി കൊള്ളുകയാ മറിയ എന്ന ആ യുവതി. അവൾ തൻ്റെ ആദ്യജാതന് ജന്മം കൊടുത്തു. ആ കുഞ്ഞ് പുറത്തേക്ക് വരുന്ന നേരത്ത് പാട്ട് കേൾക്കേണ്ടത്, പുറത്തു വന്ന ശേഷം പാട്ട് കേട്ടേ പതിയാകുകയുള്ളൂ. മൂളിപ്പാട്ട് പോയിട്ട് വെറുതെ ഒന്നും ചെയ്യാൻ നിർവാഹമില്ലാതെ, പൊട്ടിക്കരയാനല്ലാതെ നിർവാഹമില്ലാത്ത ഈ ചെറുപ്പക്കാരൻ അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ പ്രസവം സുഖമായി നടന്നു. സുഖപ്രസവം, വിളിച്ചു പറയാൻ സൂതികർമ്മിണി ആരുമില്ല. പക്ഷെ പ്രസവം നടന്ന ആ മുഹൂർത്തത്തിൽ ഈ ചെറുപ്പക്കാരൻ അമ്പരന്ന് പോയി. അവൻ്റെ തലയ്ക്ക് മീതെ ഒരു ഗായക സംഘം നിന്ന് പാടുകയാ. ആ പാട്ടാണ് നമ്മളിവിടെ വായിച്ചു കേട്ട അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. എത്ര പേർക്ക് ബോധ്യമായി? പാട്ടിൻ്റെ പിന്നാമ്പുറം എത്ര പേർക്ക് ബോധ്യമായി? യോസഫേ, നീ വേവലാതിപ്പെടണ്ട, നീ നെഞ്ചകം പുകയ്ക്കണ്ട. ജനിക്കാൻ പോകുന്നത് നിന്റെ മകനാണ്, നീ പാടിയ പോരെ. ജനിക്കാൻ പോകുന്നത് എൻ്റെ മകനാ കുഞ്ഞേ. ഞാനവന് വേണ്ടി പാടിക്കേണ്ടത്, ഞാനാണ് എൻ്റെ ദൂതഗണത്തെ അങ്ങോട്ട് വിടേണ്ടത്. അവൻ്റെ ജനനത്തിൻ്റെ മുഹൂർത്തത്തിൽ പാട്ടുപാടാൻ എൻ്റെ ദൂതഗണത്തെ ഞാൻ സജ്ജമാക്കിയിട്ടുണ്ട്, നീ പേടിക്കണ്ട. ഞാനൊരു ആത്മീക ചിന്ത ഇവിടെ കൂടി വന്നിട്ടുള്ള ദൈവമക്കളോട് പറയാം. ദൈവം മുൻപാകെ നീതിമാനായിരുന്നാൽ മാത്രം മതി. ദൈവം മുൻപാകെ നീതികേടിലേക്ക് പോകാതിരുന്നാൽ, ആ ഭാര്യ വീട്ടുകാരുടെ മുമ്പിലോ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ മുമ്പിലോ നിന്നെ ലജ്ജിപ്പിക്കുന്ന ദൈവത്തെ അല്ല നീ സേവിക്കുന്നത്. സമയമാകുമ്പോൾ അത്ഭുതമായ കരുതലുകൾ നൽകി നാത്തുൻ്റെ മുമ്പിലും അളിയൻ്റെ മുമ്പിലും മച്ചാൻ്റെ മുമ്പിലും മച്ചമ്പിയുടെ മുമ്പിലും ഉപ്പാപ്പൻ്റെയും കൊച്ചപ്പൻ്റെയും വല്യപ്പച്ചൻ്റെയും വല്യമ്മച്ചിയുടെയും ഒക്കെ മുമ്പിൽ ഉപദേശിയായി ഇറങ്ങിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കരുത്തില്ലാത്തവനെന്നൊന്നും പറഞ്ഞ് ആരും ആക്ഷേപിക്കാതെ നമ്മുടെ കാര്യങ്ങളെ മെച്ചമായി നടത്തുന്ന ഒരു യജമാനൻ നമ്മെ വിളിച്ചിട്ടുണ്ട് എന്ന ബോധ്യമുള്ളവരെ കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കട്ടെ. നല്ല ജോലി ചെയ്ത് കുടുംബം പോറ്റവണ്ടവൻ വേദപുസ്തകം എടുത്ത് ഉപദേശിയായി ദേ ഇപ്പോൾ ഇങ്ങനെ നടക്കേണ്ടി വരുന്നു എന്ന് ആക്ഷേപിക്കുവാൻ തുനിയുന്നവരുടെ മുമ്പിൽ നമ്മെ ആദരിക്കുന്ന യേശുവിന്റെ നാമത്തിൽ എല്ലാ നീരസങ്ങളും മാറിപ്പോകട്ടെ, എല്ലാ ഭയത്തിന്റെ ആശങ്കകളും മാറട്ടെ, ഭാവിയെക്കുറിച്ചുള്ള ആകുലതകൾ മാറട്ടെ. നമ്മുടെ കർത്താവ് കരുതുന്നവൻ എന്ന് ബോധ്യമുള്ളവർ മിണ്ടാതിരിക്കരുത്, കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബത്തിൽ മറ്റുള്ളവരുടെ വീട് കാണുമ്പോൾ അതിൻ്റെ കമ്പി, കട്ട, കല്ല്, സിമെന്റ്, പെയിന്റ്, തടി, അവരുടെ ബ്രാൻഡഡ് കാറുകൾ, അവരുടെ കുഞ്ഞുങ്ങൾ വിദേശത്തു നിന്ന് ഡോളറും യൂറോയും റിയാലും ദർഹവും ദറംസും ഒക്കെ അയക്കുമ്പം എൻ്റെ കുഞ്ഞുങ്ങൾ കർത്താവെ റുപ്പീസ് കൊണ്ട് മാത്രം പല്ലില്ലാത്ത മോണ കാട്ടി ചിരിക്കുന്ന മഹാത്മാഗാന്ധിയുടെ പടമുള്ള കറൻസി മാത്രമേ എൻ്റെ കൊച്ചിൻ്റെ കയ്യിലുള്ളല്ലോ എന്നൊന്നും ഓർത്ത് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാ, കരുതുന്ന ദൈവമാ. ഞാൻ പ്രോസ്പെരിറ്റിയുടെ തിയോളജി അല്ല പറയുന്നത്. നേരോടെ കർത്താവിനെ സേവിച്ചാൽ ആരുടെയും മുമ്പിൽ നമ്മുടെ തല കുനിക്കാതെ തല നിവർത്തുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം, പ്രൈസ് ദി ലോർഡ്. ഉപദേശിയായി ഇറങ്ങിയ ഏറിയ വർഷങ്ങൾ, വളരെ ചെറുപ്പത്തിൽ കപലപ്രസംഗിയായി ഇറങ്ങിയ ഒരു സാധാ ഉപദേശി എന്ന നിലയിൽ എൻ്റെ കുഞ്ഞിൻ്റെ മുമ്പിലൂടെ നിന്നുകൊണ്ടാണ് ഞാൻ അഭിമാനത്തോടെ പറയുന്നത്. അവനും കൂടെ കേൾക്കാനാ പറയുന്നത്. ഒരു ഉപദേശിയുടെ മകനായി ജനിച്ചതുകൊണ്ട് വഴിയാധാരമായി പോകത്തില്ല നമ്മുടെ കുഞ്ഞുങ്ങളാരും. ദൈവം അവരെ അനുഗ്രഹിപ്പാൻ മതിയായവന് ദൈവനാമത്തിന് വേണ്ടി നിൽക്കാൻ കഴിയുമെങ്കിൽ. ഹല്ലേലൂയ. യോസഫ് നീതിമാനായിരുന്നത് കൊണ്ട് ദൈവം തൻ്റെ നീതി വെളിവാക്കി. എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ട്? അപ്പോൾ ഈ പാട്ടിൻ്റെ പിന്നാമ്പുറം ഇതാണ് എന്ന കാര്യം നിങ്ങൾക്ക് ബോധ്യമായെങ്കിൽ ഇനി അടുത്ത ചിന്തയിലേക്ക് ഞാൻ വരാൻ ആഗ്രഹിക്കുന്നു. വാക്യം എങ്ങനെ? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം എന്ന് പറയുമ്പോൾ അത്യുന്നതനായ ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവത്തെ പോലെ അത്യുന്നതനായി വേറെ ആരുമില്ല. മഹോന്നതനും മഹത്വ സിംഹാസനസ്ഥനും മഹാദൈവവും പ്രഭാവവുമുള്ള ദൈവം, സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി, സർവാധികാരി, നിത്യൻ, മാറ്റമില്ലാത്തവൻ, അത്യുന്നതൻ, സൽഗുണ സമ്പൂർണനായ ദൈവം. ആ ദൈവത്തെ പോലെ മഹത്വവാനെന്ന് പറയുവാൻ വേറെ ആരുമില്ല. ആ ദൈവത്തെക്കാൾ ഉന്നതനെന്ന് വിശേഷിപ്പിക്കാൻ വേറൊരു ശക്തിയുമില്ല. ആവാഹന ശക്തിയില്ല, സങ്കല്പമൂർത്തിയില്ല, ശില്പചാതുര്യത കൊണ്ട് പടുത്തുയർത്തിയ ഒരൊറ്റ വിഗ്രഹവും ഈ ദൈവത്തിന് മേലാകില്ല. ദൈവം അത്യുന്നതനായതുകൊണ്ട് അത്യുന്നതങ്ങളിൽ ആ ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഭൂമിയിൽ ആ ദൈവത്തിന്റെ പ്രസാദമുള്ളവർക്ക് എന്തോന്ന്? സമാധാനം. അപ്പൊ ആർക്കാ സമാധാനം ഉള്ളത്? ദൈവപ്രസാദമുള്ളവർക്കാണ് സമാധാനം ഉള്ളത്. പ്രൈസ് ദി ലോർഡ്.
ദൈവപ്രസാദം പ്രാപിക്കുന്നവർക്ക് മാത്രം സമാധാനം. അടുത്ത രഞ്ജുപാസ് പറഞ്ഞ സമയമനുസരിച്ചാണെങ്കിൽ അടുത്തത് എനിക്കൊരു മണിക്കൂർ കഷ്ടിച്ച് ഇല്ലെന്ന് വേണം പറയാൻ. അതിനകത്ത് നിന്നുകൊണ്ട് ദൈവപ്രസാദം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് വേഗേന ചിന്തകളെ നൽകാം എന്നാഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ദൈവമക്കൾ ഒത്തിരി പേര്, വേദവിജ്ഞാനിയും അകത്തുള്ള ഒത്തിരി പേര് ഇവിടെയുണ്ട്. അപ്പോൾ തന്നെ പുറത്തന്നെ ശ്രദ്ധിക്കുന്നവരെയും പരിഗണിക്കണം. എല്ലാവർക്കും കൂടെ പ്രയോജനമാകുന്ന ദൈവവചന ദൂതുകൾ, ചിന്തകൾ, ആലോചനകൾ, പഠനക്കുറിപ്പുകൾ ഇങ്ങനെ പകർന്നു തരണമല്ലോ. അതുകൊണ്ട് ആദ്യം ഞാൻ ചില വിചാരങ്ങൾ എല്ലാവരോടുമായിട്ട് പറയുക. ദൈവപ്രസാദം, അതിൻ്റെ പ്രസക്തി എന്താണെന്ന് പഠിക്കണം. അവിടെ മുതൽ നമ്മൾ തുടങ്ങുകയാണ്. ദൈവം പ്രസാദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? കരമൊക്കെ ഉയർത്തി ഹല്ലേലൂയൊക്കെ പറഞ്ഞു, അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ നമ്മുടെ പ്രാർത്ഥനകൾ പലതും ശ്രദ്ധിച്ചാൽ പ്രസാദത്തിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്ന, അനുഗ്രഹത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുക. കർത്താവ് എന്നെ എന്തോ ചെയ്യണേ? അനുഗ്രഹിക്കണേ, അനുഗ്രഹിക്കണേ, അനുഗ്രഹിക്കണേ. എങ്ങനെയെങ്കിലും എന്നെ അനുഗ്രഹിക്കണേ കർത്താവേ. സ്തോത്രം. അനുഗ്രഹിക്കാൻ കർത്താവ് മതിയായവനാ. പക്ഷേ അനുഗ്രഹിക്കപ്പെട്ട എല്ലാവർക്കും പ്രസാദം ലഭിക്കപ്പെടണമെന്നില്ല. ദൈവപ്രസാദമൊന്ന് വേറെ തന്നെയാണ്. പ്രാർത്ഥിക്കുമ്പോൾ ഇനി മുതൽ പ്രാർത്ഥിക്കണം, കുഞ്ഞുങ്ങളടക്കം, കർത്താവേ അങ്ങയുടെ പ്രസാദം എൻ്റെ മേൽ വരണമേ. ദൈവപ്രസാദ യോഗ്യമായൊരു ജീവിതം, ക്രിസ്തു കേന്ദ്രീകൃതമായൊരു ജീവിതം, ആത്മനിയോഗിതമായൊരു ജീവിതം, തിരുവചന അധിഷ്ഠിതമായൊരു ജീവിതം, അതാണ് വിശ്വാസ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ദൈവപ്രസാദം എന്ന വിഷയത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾ ഹൃദയത്തിൽ കുറിച്ചു കൊള്ളണം. 40 ആണ്ട് എനിക്ക് തലമുറയോട് നീരസമുണ്ടായിരുന്നു. എത്ര വർഷം? 40 ആണ്ട്. ഗോശൻ ദേശത്തു നിന്ന് പടി ഇറങ്ങിയത് മുതൽ കനാൻ ദേശത്തേക്ക് പടി കയറിയത് വരെയുള്ള ആ 40 വർഷം, അതാണ് അതിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. എത്ര വർഷമായിരുന്നു മക്കളെ? 40 വർഷമായിരുന്നു. ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ അവർ വെയിൽ കൊള്ളാതിരിക്കാൻ കുടപിടിച്ച്, മേഘത്തിൻ്റെ കുടപിടിച്ച് ദൈവം നടത്തി. നിബിഡമായിരിക്കുന്ന കൂരിരുട്ടുള്ള മരുഭൂമിയിൽ വെളിച്ചം കാണാതിരിക്കാൻ ദൈവം അനുവദിച്ചില്ല. അഗ്നിസ്തംഭം കൊണ്ട് ദൈവം അവർക്ക് പ്രകാശം കൊടുത്തു. കണ്ടോ? എല്ലായ്പ്പോഴും അവർക്ക് വേണ്ടതെല്ലാം ദൈവം പ്രദാനം ചെയ്തു. ശ്രദ്ധിക്കണം ആ വാക്യത്തിന്റെ വിചാരങ്ങൾ. 40 ആണ്ട് നീരസമുണ്ടായിരുന്നിട്ടും ഒറ്റ ദിവസം പോലും മന്ന മുടക്കിയില്ല ദൈവം. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ കാര്യം? 40 ആണ്ട് നീരസമായിരുന്നിട്ടും ദൈവം മന്ന മുടക്കിയില്ല. 40 ആണ്ട് നീരസമായിരുന്നിട്ടും ദൈവം ഒരു നേരം പോലും വെള്ളം കൊടുക്കാതിരുന്നില്ല. പാറയെ പിളർന്ന് ദൈവം വെള്ളം കൊടുത്തു. അവരിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല. വായിച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെ? അവർ കുത്തി നടന്ന വടി എന്ത് ചെയ്തില്ല? ഒടിഞ്ഞു പോയില്ല. ഇട്ട് നടന്ന വസ്ത്രം പഴകിപ്പോയില്ല. അവരുടെ ചെരുപ്പ് എന്ത് ചെയ്തില്ല? തേഞ്ഞു പോയില്ല. എന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം, ഒരു നായും അവരുടെ നേരെ കുരച്ചില്ല. കണ്ടോ? ഒരു ശത്രു രാജാവിനും ദൈവം അവരെ ഏൽപ്പിച്ചില്ല. ആരെയാ? നീരസമുള്ള ജനത്തെയാ ദൈവം അങ്ങനെ നടത്തിയത്. നീരസമുള്ള. അപ്പം നീരസമാണെങ്കിലും ദൈവം കഴിക്കാനും കുടിക്കാനും ഉള്ളതെല്ലാം എന്തോ ചെയ്യും? കൃത്യമായി തന്നുകൊണ്ടേയിരിക്കും. ഇതെല്ലാം കൃത്യമായിട്ട് ഇങ്ങനെ ലഭിക്കപ്പെടുമ്പോൾ ദൈവത്തിന് എന്നോട് ഭയങ്കര സന്തോഷമാണെന്ന് ആരും വിചാരിക്കരുത്. ദൈവം ന്യായവിധിക്ക് വേണ്ടി വച്ചിരിക്കുന്നവന് ദൈവം ഇതെല്ലാം കൊടുക്കാറുണ്ട്. ക്രിസ്മസിന്റെ തലേന്ന് അല്ലെങ്കിൽ ക്രിസ്മസ് കഴിഞ്ഞ് കണ്ടിക്കാനുള്ള പോത്ത് അവിടെ നിന്ന് പുല്ല് തിന്നുന്ന കണ്ടിട്ടുണ്ടോ? കോഴിക്കടയിൽ ചെന്നാൽ അറിയാം. നമ്മൾ ആവശ്യമനുസരിച്ച് 2 കിലോ കോഴി എന്ന് പറഞ്ഞപ്പോൾ ഒരെണ്ണത്തെ പിടിച്ചോണ്ട് വന്ന് കണ്ടിച്ചു. ബാക്കിയുള്ളത് ആ കൂട്ടിനകത്ത് നിന്നുണ്ട് തിന്നുന്ന കണ്ടുണ്ടോ? ഗോതമ്പോണി. അപ്പൊ നാളെ കണ്ടിക്കാനുള്ളതിനും എന്തോ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് റിയാലും ദിർഹവും ദറംസും ഡോളറും യൂറോയും പൗണ്ടും മുന്തിയ കാറുകളും വീടുകളും ഒക്കെ ലഭിക്കപ്പെടുമ്പോഴും ദൈവത്തിന് നമ്മളോട് ഭയങ്കര ഐ ലവ് യു ആണെന്ന് ചിന്തിക്കരുത്. തട്ടാനുള്ളവനും ദൈവം ഇതെല്ലാം കൊടുത്തോണ്ടിരിക്കുക. ന്യായം വിധിക്കാൻ ദൈവത്തിന്റെ ന്യായവിധിയുടെ കടോര ഖഡ്ഗം വന്ന് വീഴാനുള്ളവനും ദൈവം ഇതെല്ലാം കൊടുത്തോണ്ടിരിക്കും. കിട്ടുന്ന ഭൗതിക നന്മകളുടെ എണ്ണം പറഞ്ഞ് ദൈവത്തിന് എന്നോട് ഭയങ്കര സന്തോഷ എന്ന് ചിന്തിക്കരുത്. ദൈവവുമായി നമുക്കൊരു ആന്തരിക രമ്യത ഉണ്ടായേ പറ്റും. ആ വാചകം മറക്കല്ലേ, ആന്തരിക രമ്യത. പാട്ടും പ്രാർത്ഥനയും പ്രൈസ് ആൻഡ് വർഷിപ്പിലും കാണിക്കുന്നെല്ലാം ബാഹ്യപ്രകടനങ്ങളാണ്. നീ മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് കൈ ഉയർത്തി ഒരു നിപ്പ് നിൽക്കുന്ന കണ്ടാൽ കാറ്റ് പോയെന്ന് തോന്നിപ്പോവും. അതുപോലെ സ്റ്റക്കായിട്ട് അങ്ങ് നിൽക്കുക കുറേ നേരം. എന്നെ ഭക്തിയുടെ പ്രകടനമാണെന്നറിയാമോ? ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് ഈ പുള്ളി എങ്ങോട്ടാ പോകുന്നത്? മൊബൈലിൽ ആരെയാണ് വിളിക്കുന്നത്? വാട്സാപ്പ്, യൂട്യൂബ്, ഇൻ്റർനെറ്റ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാമിൽ എന്നെ ഈ തോണ്ടി ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഉടയവനും ആ പുള്ളിക്കും മാത്രമേ അറിയത്തുള്ളൂ. പ്രകടനം കണ്ട ഭയങ്കരമാണ്. മനസ്സിലാകുന്നുണ്ടോ? ആത്മാവിലെ ആരാധന. സമയമില്ലതുകൊണ്ട് നമുക്ക് അധികം നീട്ടാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞാലും അന്നാണ് നീട്ടി ഒരു സാക്ഷി പറയാൻ ചിലർ എഴുന്നേക്കുന്നത്.
പാസ്റ്റർമാർ മിണ്ടുന്നില്ല, അവർക്കറിയാം അതെങ്ങനെ ഞാൻ അറിഞ്ഞെന്ന് അവരിപ്പോൾ അത്ഭുതപ്പെടും. അത് ഇവിടെ മാത്രമല്ല, നമ്മുടെ അവിടെ എല്ലായിടത്തും ഉള്ളതാണ്. ഇന്ന് നമുക്ക് അത്യാവശ്യമായിട്ട് യോഗം ഇച്ചിരി നേരത്തെ നിർത്താനുണ്ടെന്ന് പറയുമ്പോഴാണ് ചില ആൻറ്റിമാർക്ക് നീട്ടി ഒരു സാക്ഷി പറയാനുള്ളത്. ആ പ്രകടനമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ ഭക്തിയുള്ളൊരു പുള്ളി വേറെ ഇല്ലെന്ന് തോന്നിപ്പോവും. സാക്ഷ്യത്തിന് ആരും പാട്ട് പാടാതെ ദയവായി ഓരോ വാക്യം സാക്ഷി പറയണമെന്ന് പറയുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാഥം എന്നുള്ള 16 അടിയുള്ള പാട്ട് അന്നേരം പാടണമെന്ന് താല്പര്യമുള്ളവരുണ്ടാവും. അപ്പം ഇതൊക്കെ ഈ ഭക്തിയുടെ ഒരു പ്രകടനവും പ്രകസനവും മാത്രമാണ്. അന്തരംഗത്തിൽ കുശുമ്പ്, കുന്നായ്മ, ഈർഷ്യ, പക, പിണക്കം ആദിയായതെല്ലാം, വിമർശനം, വിരോധം, വിദ്വേഷം, വിഭാഗിക മനോഭാവം, ഇതെല്ലാം ഇങ്ങനെ അകത്ത് വാരി നിറച്ചിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അതാണ് അതിൻ്റെ വസ്തുത എന്ന് പറയുന്നത്. അപ്പം നമ്മൾ തിരിച്ചറിയണം, ബാഹ്യപ്രകടനങ്ങളല്ല ഭക്തിയുടെ അനുഭവം, ആന്തരിക രമ്യതയാണ് ദൈവവുമായി. ആന്തരിക രമ്യത എന്ന പ്രയോഗം കുഞ്ഞുങ്ങളാരും മറക്കരുത്. എന്തുകൊണ്ടാണ് പറയുന്നത്? ആന്തരിക രമ്യത, ഒരു ഇന്റേണൽ റിലേഷൻ കർത്താവുമായി വേണം. പരിശുദ്ധ തൃത്വവുമായുള്ളൊരു ആന്തരിക രമ്യത. പിതാവ് പ്രസാദിക്കണം ജീവിതത്തിൽ, ക്രിസ്തു കേന്ദ്രീകൃതമാകണം ജീവിതം, ആത്മനിയോഗിതമാകണം. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഒടുവിൽ സഹോദരന്മാരെ ദൈവപ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം. അപ്പൊ ദൈവപ്രസാദം ലഭിപ്പാൻ എന്താ ചെയ്യേണ്ടത്? അത് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റുകയുള്ളൂ. അതാണ് ആന്തരിക രമ്യത വേണം, ബാഹ്യപ്രകടനങ്ങൾ അല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ബാഹ്യപ്രകടനങ്ങൾ മുൻപോട്ട് പോകുന്നവർക്കൊന്നും ദൈവപ്രസാദം അധികം ലഭിക്കപ്പെടുക എന്ന് മാത്രമല്ല, 1 കൊരിന്ത്യർ 10-ന്റെ 5-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവരിൽ മിക്കപേരിലും ദൈവം എന്ത് ചെയ്തില്ല? അവിടെയാണ് പ്രസാദം. പ്രസാദിക്കായാൽ അവരെന്തോ ചെയ്തു പോയി? മരുഭൂമിയിൽ പട്ടുപോയി, തള്ളിയിടപ്പെട്ടുപോയി, അവർ കനാനിൽ എത്തിയില്ല എന്ന വിവരം നമ്മൾ തിരിച്ചറിയണം. അപ്പൊ ദൈവപ്രസാദത്തിന്റെ പ്രസക്തി മനസ്സിലായല്ലോ. തിന്നാനും കുടിക്കാനും ഉടുക്കാനും കാര്യസഞ്ചരിക്കാനും കയറിക്കിടക്കാനും ഒക്കെയുള്ള എല്ലാ സംവിധാനങ്ങളും സ്വന്തം നല്ല പേരിൽ തീരാധാരം എഴുതി കിട്ടിയ ഭൂമിയുടെ വിസ്തൃതിയും കൂടെ നമ്മൾ സ്വയം അറിയുമ്പോൾ ദൈവത്തിന് എന്നോട് പ്രസാദമായതുകൊണ്ട് ഇതെല്ലാം തന്നത് എന്ന് ചിന്തിക്കരുത്. ദൈവം ഇതെല്ലാവർക്കും കൊടുക്കുന്നതാണ്. അംബാനിയുടെ വീടിൻ്റെ അത്രയും വലിയ വീട് നമുക്കാർക്കെങ്കിലും ഉണ്ടോ? അദാനിയുടെ വീടും അദാനിയുടെ സെറ്റപ്പും ഉള്ള ഏത് പെന്തക്കോസുകാരനുണ്ട്? ആരുമില്ല. മനസ്സിലായില്ലേ? അതാണ് അതിൻ്റെ വസ്തുത. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഒരു കാര്യം, ഭൗതിക വസ്തുക്കളെ അളന്നുകൊണ്ട് ദൈവപ്രസാദത്തെ തിരിച്ചറിയാൻ പറ്റില്ല. ആന്തരിക രമ്യത ദൈവമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെയാണെങ്കിൽ ദൈവപ്രസാദം പ്രാപിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് സഭയ്ക്കകത്തും പുറത്തേക്കുമുള്ളവർ ഒരേപോലെ അറിയുവാൻ വിവിധ വിശ്വാസ സംഹിതകളിൽ, വിവിധ മതാചാരാനുഷ്ഠാനങ്ങളിൽ കഴിഞ്ഞുകൂടുന്ന മുഴുവൻ ആളുകളും കേട്ട് ഗ്രഹിക്കേണ്ടതിന് ചില വിചാരങ്ങളെ പറയുകയാണ്. വചനാടിസ്ഥാനത്തിൽ 1, 2, 3, 4 എന്ന് സമയത്തിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് അവയെ നിരത്താൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധിക്കണം, ദൈവം പ്രസാദിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? 1-ാമത്തെ കുറിപ്പിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു. 1-ാമത്തെ വാക്യം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 28, 29 വാക്യങ്ങളാണ്. ഇതൊരു പൊതു സന്ദേശമാണ്. വീട്ടിനകത്തല്ലല്ലോ, പുറത്ത് ശബ്ദവാഹിനിയിലൂടെയാണ് ഈ സന്ദേശം പുറത്തേക്ക് പോകുന്നത് എന്നുള്ളത് കൊണ്ട് വീടുകളിലും വീഥികളിലും ഒക്കെ ഇരിക്കുന്നവരുടെ ഉൾത്തടത്തിലേക്ക് ഇതിൻ്റെ ആലോചനകളുടെ ആഴങ്ങൾ എത്തപ്പെടണമെന്നതുകൊണ്ട് ഈ വാക്യത്തെ പൊതുവായി ഞാൻ പരിചയപ്പെടുത്തുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 28-ാം വാക്യം. അവിടെ പരീശന്മാർ യേശുവിനോട് ചോദിക്കുന്നു, ഗുരു, ദൈവം ഞങ്ങളിൽ പ്രസാദിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? പ്രസക്തമായ ചോദ്യമാണ്. ദൈവം ഞങ്ങൾ പ്രസാദിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? പല ചോദ്യങ്ങളും കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്. ചോദ്യങ്ങൾക്കെല്ലാം വ്യക്തമായ ഉത്തരം യേശു നൽകിയിട്ടുണ്ട്. ഇവിടെ പരീശന്മാർ പിന്നെയും ഒരു ചോദ്യം ചോദിക്കുന്നു, ദൈവം പ്രസാദിക്കാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ പ്രഭാതയാഗം നടത്തുന്നുണ്ട്, പ്രദോഷയാഗം നടത്തുന്നുണ്ട്, കടിഞ്ഞൂലിന് ദൈവത്തിന് വേണ്ടി നേരുന്നുണ്ട്, പുറത്തു പോയാൽ കയ്യും കാലും മുഖവും കഴുകാതെ ഞങ്ങൾ അകത്ത് കയറാറില്ല, ശവവുമായി അശുദ്ധമാകാറില്ല, ന്യായപ്രമാണത്തിൻ്റെ ഏടുകൾ അതിൻ്റെ എല്ലാ സംഗതികളും കൃത്യതയോടെ ഞങ്ങൾ ആചരിക്കുന്നുണ്ട്, ന്യായപ്രമാണത്തിൻ്റെ പൗരോഹിത്യം, പരിച്ഛേദന, യാഗ, യോഗ, കർമ്മകാണ്ഡങ്ങൾ, അതിൻ്റെ പെരുന്നാൾ തിരുനാളെല്ലാം ഞങ്ങൾ മുടക്കാതെ ചെയ്യുന്നുണ്ട്. ആണ്ടിലൊരിക്കലോ അതിൽ കൂടുതലോ നേരം ഞങ്ങൾ കെദ്രോൻ തോട് കടന്ന് ആരോഹണ സങ്കീർത്തനങ്ങളോടെ ആലയത്തിൻ്റെ തിരുമുറ്റത്ത് എത്തുന്നു. അവിടെയൊക്കെ ഞങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഭിക്ഷ കൊടുക്കുക, അതായത് ധർമ്മം കൊടുക്കുക അടക്കമുള്ള കാര്യങ്ങൾ, സാധുജന സമ്പർക്കവുമായി ബന്ധപ്പെട്ടതിൻ്റെ സഹായ പദ്ധതികളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ജീവിക്കുന്ന മേഖലകളിലെ സിനഗോഗിലൊക്കെ ഞങ്ങൾ പ്രധാന താരങ്ങൾ തന്നെയാണ്. ന്യായപ്രമാണത്തെ പഠിപ്പിക്കുകയും അത് ആചരിക്കുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ തലമുറകളെ അങ്ങനെ വളർത്തുന്നുണ്ട്. ഇതൊക്കെ പോരെ ദൈവം പ്രസാദിക്കാൻ?
ഇതൊക്കെ പോരെ കർത്താവേ എന്നതാണ് ആ വലിയ ചോദ്യത്തിനകത്ത് അടക്കം ചെയ്തിട്ടുള്ള ഉപചോദ്യങ്ങൾ. പക്ഷേ യേശു അതിന് മറുപടി പറയുന്നതാണ് 29-ാം വാക്യം. റഫറൻസ് മറക്കല്ല്. ഞാൻ വായിപ്പിക്കാതെ പോകുന്നത് സമയം ലാഭിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ വായിക്കാൻ അറിയാത്തവരാണെന്നുള്ള ചിന്തയിലല്ല. ഇവിടെ വായിക്കാൻ മിടുമിടുക്കന്മാർ എനിക്കറിയാം. പക്ഷെ കേട്ടിരിക്കാനുള്ള സൗകര്യം, വായനയ്ക്ക് ഇടയ്ക്ക് വിടുന്ന സന്ദർഭവും ഒരു കേൾവിക്കാർക്ക് അരോചകമാകും. അത് വരാതിരിക്കേണ്ടതിന് ഞാൻ തന്നെ റഫറൻസ് പറഞ്ഞു വിടുകയാണ്. യോഹന്നാൻ 6:28 ചോദ്യം, ദൈവം പ്രസാദിക്കാൻ എന്ത് ചെയ്യണം? 6:29 യേശുവിന്റെ മറുപടി പറയുന്നു, ദൈവം നിങ്ങളിൽ പ്രസാദിക്കണമെങ്കിൽ ദൈവം അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കണം. അതാണ് ദൈവം പ്രസാദിക്കാനുള്ള വഴി. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഈ സന്ദേശത്തിനൊരു പൊതു സ്വഭാവം ഉണ്ടാകേണ്ടതിന് ആ വാക്യത്തെ ഞാൻ പ്രസ്താവിക്കുന്നത്. ദൈവമക്കളെ മാത്രം പറഞ്ഞു കേൾപ്പിക്കേണ്ടതിന്, പെന്തക്കോസ്ത് അനുഭവമുള്ളവരെ മാത്രം പറഞ്ഞു കേൾപ്പിക്കാൻ പ്രസാദത്തിൻ്റെ വേറെ വാക്യങ്ങളുണ്ട്. പക്ഷേ ഇത് ഈ മലമുകളിൽ നിന്നങ്ങ് അടിവാരത്തേക്ക് ഇറങ്ങണം. എല്ലാ വീടുകളിലും ഹൈന്ദവനോ ക്രൈസ്തവനോ മുസൽമാനോ മറ്റുതര മതസ്ഥനോ മതരഹിതനോ വിവിധ പാർട്ടിയിൽ അംഗമായിരിക്കുന്നവരോ ഇനിയൊരു സമ്മതിദാനാവകാശത്തിൻ്റെ അവസരമുണ്ടായാൽ ഇന്ന ചിഹ്നത്തിലേ ഞാൻ കുത്തുകൊള്ളൂ എന്ന് തിട്ടൂരമുള്ള ഒട്ടനവധി രാഷ്ട്രീയ ബോധമുള്ളവർ, പ്രബുദ്ധ മനോഭാവമുള്ളവർ, അവരെല്ലാവരും കേട്ടേ പറ്റുള്ളൂ. ക്രിസ്മസിൻ്റെ തിരക്കിൽ ഇനി ഏത് കേക്ക വാങ്ങിച്ച് രുചിച്ച് നോക്കേണ്ടത്, ഇനി എന്താ അടുത്ത പദ്ധതി എന്നൊക്കെ ഉള്ളത് അറിയാൻ വേണ്ടി ഒക്കെ ആവലോടിരിക്കുന്നവരുണ്ട്. അവരെല്ലാവരും അറിയണം ഇന്ന് രാത്രിയിൽ ഈ വിഷയം. ദൈവം പ്രസാദിക്കാൻ എന്താണ് മാർഗം? എന്താണ് ആ മാർഗം എന്ന് പറയുന്നതിന് മുമ്പ് ഏത് ദൈവമാണെന്നും കൂടെ ഞാൻ പറയേണ്ടതുണ്ട്. ആകാശം അതിലുള്ളതെല്ലാം, ഭൂമി അതിലുള്ളതെല്ലാം, സമുദ്രം അതിലുള്ളതെല്ലാം സൃഷ്ടി ചെയ്ത ഏക സത്യ ദൈവം പ്രസാദിക്കണം. ഏതെങ്കിലും ഒരു ദൈവം പ്രസാദിച്ചിട്ട് കാര്യമില്ല. ഇവിടെ കാട്ടുമൃഗങ്ങളും നാട്ടുമൃഗങ്ങളും പിന്നെ ഉയരം ഉള്ളതായിരിക്കുന്ന പാറക്കെട്ടുകളും ഉയരമുള്ള പർവ്വത ശിഖരങ്ങളും ആഴമുള്ള ഗർത്തങ്ങളും അലറിയടുക്കുന്ന തിരമാലകളുള്ള സമുദ്രവും ഒഴുകുന്ന പുഴയും വീശിയടിക്കുന്ന കാറ്റും വിരിയുന്ന പൂവും പാടുന്ന കുയിലും ആടുന്ന മയിലും എല്ലാം ദൈവങ്ങളാണ് പലർക്കും. മനസ്സിലായില്ലേ? ആ ദൈവങ്ങളിൽ ഏതെങ്കിലും ഒരു ദൈവം പ്രസാദിക്കുന്ന കാര്യമല്ല പരീശന്മാർ ചോദിക്കുന്നത്. യാഹുവേ പ്രസാദിക്കാൻ എന്ത് ചെയ്യണം? യാഹുവേ അപ്പൊ യഹൂദന്മാരുടെ ദൈവമല്ലേ ഉപദേശി എന്ന് ചോദിച്ചാൽ അല്ലല്ല. യാഹുവേ എന്ന് അവർ വിളിക്കുമ്പോൾ, സൈന്യങ്ങളുടെ ദൈവമായ ഹോവ എന്ന് അവർ വിളിക്കുമ്പോൾ, അബ്രഹാമിന്റെ ദൈവമെന്നും യാക്കോബിന്റെ ദൈവമെന്നും ഇസഹാക്കിന്റെ ദൈവമെന്ന് അവർ വിളിക്കുമ്പോൾ, ഇസ്രായേലിന്റെ ദൈവമെന്ന് അവർ വിളിക്കുമ്പോൾ, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലതും ഉളവാക്കിയ ആ ഏക സത്യ ദൈവത്തെയാണ് നമ്മൾ സർവശക്തനായ എൻ്റെ പിതാവേ എന്ന് വിളിക്കുന്നത്. ആ ദൈവവുമായിട്ട് ആന്തരിക ബന്ധമുള്ളവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. മാനവജാതിയുടെ പാപപരിഹാരത്തിൽ നിന്ന് അവനെ വിടുവിക്കേണ്ടതിന് തൻ്റെ പുത്രനെ, ഏകജാതനായ പുത്രനെ, ഒത്തിരി പുത്രന്മാർ ഉണ്ടായിരുന്നതിൽ ഒരുവനെ അല്ല, തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി നൽകിത്തന്ന മഹാദൈവം, മഹോന്നതനായ ദൈവം, മഹത്വ സിംഹാസനസ്ഥനായ ദൈവം, വിശുദ്ധിയുടെ വിശ്വസ്തതയുടെ സ്നേഹത്തിൻ്റെ ആളത്വമായ ആ ദൈവം പ്രസാദിക്കാൻ എന്താ ചെയ്യേണ്ടത്? ആ ദൈവം തന്നെ ഭൂമിയിലേക്ക് വിട്ട് ഒരുവനുണ്ട്. അവനിൽ എന്തോ ചെയ്യണം? വിശ്വസിക്കണം. ഇനി അതാണ് വിശദീകരിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചോണം. യേശുവിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ എന്തോ എൻ്റെ അർത്ഥം? യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ രോഗത്തിന് മതിയായവന്, എൻ്റെ പ്രശ്നത്തിന് പരിഹാരകന്, എൻ്റെ ഉദ്ദിഷ്ടകാര്യങ്ങളുടെ നിർവഹണത്തിന് മതിയായവന്, ആശ്രയിച്ചാൽ കുഴപ്പമില്ല എല്ലാം നൽകിത്തരുന്നവന്. അങ്ങനെ മാത്രം വിശ്വസിച്ചാൽ പോരാ. അത് കാര്യസാധ്യത്തിൻ്റെ വിശ്വാസമാണ്. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ട്, കാര്യങ്ങൾക്ക് പരിഹാരം കിട്ടിയിട്ടുണ്ട്. അതെല്ലാം നല്ലത് തന്നെയാണ്, ഞാൻ സമ്മതിക്കുന്നു. രോഗികൾ ഇഷ്ടം പോലെ സൗഖ്യമായിട്ടുണ്ട്, മുഴ മാറിയിട്ടുണ്ട്, വീക്കന്താക്കം, മുട്ടൽ, ചതവ്, പൊള്ളൽ, ഇതിനെല്ലാം സൗജന്യമായി ചികിത്സയും സൗജന്യമായ സൗഖ്യവും കർത്താവ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി മാത്രമല്ല വിശ്വാസം. ഈ ക്രിസ്തുവിലെ വിശ്വാസം എന്നുള്ളതിനൊരു ദൈവശാസ്ത്ര വിശകലനമുണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. തിയോളജിക്കൽ എക്സ്പ്ലനേഷൻ ഉണ്ട്. അതെന്താണെന്ന് ഞാൻ അക്കമിട്ട് നിരത്തുകയാണ്. ശ്രദ്ധിച്ചു കേട്ടോണം. യേശുവിൽ ഒരുവൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ പമ്പാക്കുട നിവാസികൾ ഈ മലമുകളിൽ നിന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും കേൾക്കാൻ താല്പര്യത്തോടെ അങ്ങുമിങ്ങും നിൽക്കുന്ന മുഴുവൻ ആളുകളും, ഈ മുറ്റത്ത് കൂടിയിട്ടുള്ളവരും ഇതിന് ചുറ്റുവട്ടത്തിൽ കേൾക്കുന്നവരൊക്കെ ശ്രദ്ധിച്ചു കൊള്ളണം. യേശുവിലെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു 7-10 കൂട്ടം കാര്യങ്ങളുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? കേൾക്കാൻ സന്തോഷമാണോ? 10 കാര്യം കൂടെ പറഞ്ഞിട്ട് 10 മണിയായാലും തീരുവോ? അങ്ങനൊന്നും പേടിക്കേണ്ട കാര്യമില്ല. വേഗം പറഞ്ഞു നിർത്താം. യേശുവിലെ വിശ്വാസത്തിനകത്ത് തീക്ഷ്ണമായ, തീവ്രമായ, ക്രാന്തദർശനമുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായത് പിടിച്ചെടുത്തുകൊള്ളണം. ഒന്ന്, യേശു ഏക ദൈവമാണെന്ന് വിശ്വസിക്കണം. അവിടെയാ ദൈവപ്രസാദം. യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്?
ഹല്ലേലൂയ. യേശുവിൻ്റെ ദൈവത്വത്തെ വിശ്വസിക്കുന്നില്ല പല ആളുകൾ. കണ്ടോ, യേശുവിൻ്റെ ദൈവത്വം എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠകരമായ ഒരു വിഷയം തന്നെയാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പ്രയോഗം ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. ഹൈ ക്രിസ്റ്റോളജി. ദൈവമക്കൾ പെട്ടെന്നൊന്ന് കുറിക്കാമോ? ഞാൻ 2-3-4 വാക്യങ്ങൾ പറഞ്ഞു തരാം. ഹൈ ക്രിസ്റ്റോളജിയുടെ വേദഭാഗങ്ങളുണ്ട്, അതിശ്രേഷ്ഠമാണ്. ദൈവദാസന്മാർ അവയെ നന്നായി കൈകാര്യം ചെയ്യണം. 4 അതിപ്രധാന വേദഭാഗങ്ങൾ ലേഖനങ്ങളിലുണ്ട്. അതിന് പേര് കൊടുക്കാവുന്നത് ഹൈ ക്രിസ്റ്റോളജി എന്ന് തന്നെയാണ്. അതിലൊന്നാമത്തെ വാക്യം എന്ന് പറയുന്നത് എഫെസ് ലേഖനം 1-ാം 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. എഫെസ് ലേഖനം 1-20 മുതൽ 23 വരെ. അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് സകല ശക്തിക്കും വാഴ്ചകൾക്കും അധികാരത്തിനും കർത്തൃത്വത്തിനും മീതെ, ഈ ലോകത്തിൽ മാത്രമല്ല വരാനുള്ളതിലും അവനെ അത്യന്തം മീതെ ഇരുത്തിയിരിക്കുന്നു. കണ്ടോ, സകലതും അവൻ്റെ കാൽക്കീഴിയാക്കി സകലത്തിനും മീതെ അവനെ തലയാക്കി എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായ അവൻ്റെ ശരീരമായ സഭയ്ക്ക് അവനെ കൊടുത്തിരിക്കുന്നു. ഒരു സ്വോത്രം പറ. കർത്താവിൻ്റെ ദൈവത്വത്തിൻ്റെ ഉജ്ജ്വലമായ ഒരു അക്ഷര ചിത്രമാണത്. എഫേസർ 1-20 മുതൽ 23 വരെ. ഹൈ ക്രിസ്റ്റോളജിയുടെ വേറൊരു വാക്യമുണ്ട്, വേഗം പറഞ്ഞു പോവുകയാണ് ഞാൻ. ആ വാക്യം എന്ന് പറയുന്നത് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 11 വരെയുള്ള വാക്യം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 11 വരെ. യേശുവിൻ്റെ സ്വയപരിത്യാഗവും യേശുവിൻ്റെ പരമോന്നതാവസ്ഥയും കൂടെ സങ്കല്പിക്കുന്ന അനുഗ്രഹീതമായ 2 വാക്യമാണ്. ശ്രദ്ധിച്ചു കേട്ടെ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 8 വരെ യേശുവിൻ്റെ പരിത്യാഗാവസ്ഥയാണെങ്കിൽ, ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 9 മുതൽ 11 വരെ യേശുവിൻ്റെ പരമോന്നത സ്ഥാനീയമായ അവസ്ഥയാണ്, പരമോന്നതാവസ്ഥയാണ്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് പറയുന്നത് കൊണ്ട് അതിനെ ഹൈ ക്രിസ്റ്റോളജി എന്നാണ് പറയുക. റഫറൻസ് കിട്ടിയോ? ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള വേദഭാഗം, അത് ഹൈ ക്രിസ്റ്റോളജിയാണ്. മൂന്നാമത്തെ ഒരു വേദഭാഗം കൂടെ തരാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 13 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. കൊലോസ്യ ലേഖനം 1-13 മുതൽ 22 വരെ. ഓരോ വാക്യങ്ങളിൽ ക്രിസ്തു ആരാണ്? യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ ഉജ്ജ്വലമായ അവതരണം നമുക്ക് കാണാൻ കഴിയുക. ഞാൻ ഓർക്കുന്നു, കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു നമ്മുടെ കൺവെൻഷനിൽ ആ ഭാഗം ഞാൻ പറഞ്ഞു എന്നാണ് തോന്നുക. കൊലോസ്യ ലേഖനം 1-17. നമ്മുടെ ആധാരം കയ്യിലുള്ള കർത്താവ്, സർവ്വത്തിനും മുൻപേ ഉള്ള ക്രിസ്തു. ഓർക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ ചിലരെങ്കിലും. കൊലോസ്യ ലേഖനം 1-13 മുതൽ 22 വരെ ഹൈ ക്രിസ്റ്റോളജിയാണ്. യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ ഉജ്ജ്വലമായ അവതരണമാണ്. അടുത്ത 4-ാമത്തെ വേദഭാഗം ഏതാണെന്നറിയാമോ? ഓരോന്നിനും നിങ്ങൾ കുറിച്ചിട്ടുണ്ടല്ലോ, എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ. എഫെസ് ലേഖനം 1-20 മുതൽ 23 വരെ. ഫിലിപ്പിയ ലേഖനം 2-6 മുതൽ 11 വരെ. അത് കഴിഞ്ഞ് കൊലോസ്യ ലേഖനം 1-13 മുതൽ 22 വരെ. എബ്രായ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വേദഭാഗം. ഈ 4 വേദഭാഗം, എബ്രായ ലേഖനം 1-1 മുതൽ 1-ാം അധ്യായം 1 മുതൽ അതിൻ്റെ 10 വരെയുള്ള വേദഭാഗങ്ങൾ, ഇത്രയും വാക്യങ്ങളെയാണ് ഹൈ ക്രിസ്റ്റോളജി എന്ന പുതിയ നിയമഭാഗത്ത് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത്. പഴയ നിയമത്തിൽ ഒരു അധ്യായം കൂടെ, 1 അല്ല 2 അധ്യായങ്ങളോടെ കുറിച്ചോണം. ഹൈ ക്രിസ്റ്റോളജിയുടെ ഏറ്റവും മഹത്വപൂർണ്ണമായിരിക്കുന്ന 2 അധ്യായങ്ങൾ പഴയ നിയമത്തിലുള്ളത് യെശയ്യാപ്രവചനം 52-53 അധ്യായങ്ങൾ. യേശുവിൻ്റെ പരമത്യാഗത്തിൻ്റെ, യേശുവിൻ്റെ പരമയാഗത്തിൻ്റെ, യേശുവിൻ്റെ അടക്കത്തിൻ്റെ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒക്കെ വിചിന്തനങ്ങൾ നന്നായി നൽകി തരുന്ന അനുഗ്രഹീതമായ 2 ഭാഗമാണ് യെശയ്യാപ്രവചനം 52-53. കർത്തൃമേശ നേരത്തൊക്കെ ഭക്തിയോടെ അനുഗ്രഹീതമായിരിക്കുന്ന ശബ്ദമാധുര്യമയോടെ നിർത്തി പദങ്ങൾ ഓരോന്നും എടുത്തു പറഞ്ഞ് വായിച്ചു കേൾപ്പിക്കുന്ന വേദഭാഗം കണ്ടിട്ടുണ്ടാകും. അതും ഹൈ ക്രിസ്റ്റോളജിയ. പഴയ നിയമത്തിലെ ഏറ്റവും അതിശ്രേഷ്ഠമായ ക്രിസ്തുവിജ്ഞാനീയ ഭാഗം എന്ന് പറയുന്നത് യെശയ്യാപ്രവചനം മുഴുവനുമാണെന്ന് പറയാം. പക്ഷേ 52-53 വാക്യങ്ങൾ ശ്രേഷ്ഠമാണ്. ഓക്കെ, അപ്പോൾ യേശുവിനെ വിശ്വസിക്കണമെന്ന് പറയുമ്പോൾ ആരായി വിശ്വസിക്കണം? യേശു ദൈവമാണെന്ന് വിശ്വസിക്കും. എങ്ങനെയുള്ള ദൈവം? ദൈവങ്ങളുടെ കൂട്ടത്തിലൊരു ദൈവമെന്നല്ല, യേശു ഏക ദൈവമാണെന്ന് വിശ്വസിക്കണം. ആ വിശ്വാസമാണ് ദൈവപ്രസാദം നമ്മിലേക്ക് കൊണ്ടുവരുന്നത്. യേശു ഏക കർത്താവാണെന്ന് വിശ്വസിക്കണം. ഒത്തിരി കർത്താക്കന്മാർ ലോകത്തിലുണ്ട്, പക്ഷേ യേശുവെ പോലൊരു കർത്താവ് വേറെ ഇല്ല. നമ്മുടെ രാഷ്ട്രപതി കർത്താവ്, പ്രധാനമന്ത്രി കർത്താവാണ്. മനസ്സിലായോ? സുപ്രീം കോടതിയുടെ മജിസ്ട്രേറ്റ് ഒരു കർത്താവാണ്. ഇലക്ഷൻ കമ്മീഷണർ വേറൊരു കർത്താവാണ്. സകല സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാർ ആ സംസ്ഥാനങ്ങളുടെ കർത്താക്കന്മാർ. സകല സംസ്ഥാനങ്ങളുടെയും ഗവർണർമാർ സംസ്ഥാനത്തിൻ്റെ മറ്റൊരു കർത്താവ്. എന്തിന്? പഞ്ചായത്ത് മെമ്പർ ഉണ്ടല്ലോ, ആ മെമ്പർ ആ വാർഡിൻ്റെ കർത്താവ്. പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടല്ലോ, ഈ ശബ്ദപരിധിക്കുള്ളിൽ ഒരുപക്ഷെ അദ്ദേഹം ഉണ്ടാകാം, ബഹുമാന്യനായ അദ്ദേഹം ഈ പഞ്ചായത്തിൻ്റെ ഒരു കർത്താവ്. അങ്ങനെ കർത്താക്കന്മാരുടെ എണ്ണം എടുത്താൽ ആയിരക്കണക്കിനുണ്ടാകാം. പക്ഷേ ഈ കർത്താക്കന്മാരുടെ എല്ലാം മുഴങ്കാൽ മടങ്ങുന്ന ഒരു കർത്താവ് വേറെയുണ്ട്. ഇവരുടെ എല്ലാം നാവ് ഏറ്റുപാടുന്ന ഒരു കർത്താവ് വേറെയുണ്ട്. അത് വേറെ ആരുമല്ല, ഇതുവരെ ഞങ്ങൾ പാടിയ, ഇതുവരെ ഞങ്ങൾ ഉറക്കെ പറയുന്ന ക്രിസ്തു യേശു തന്നെ.
അപ്പൊ യേശു ഏക ദൈവമാണെന്ന് വിശ്വസിക്കണം, ഏക കർത്താവാണെന്ന് വിശ്വസിക്കണം, അടുത്തത് ഏക രക്ഷകനാണെന്ന് വിശ്വസിക്കണം. ഒത്തിരി രക്ഷകന്മാരുണ്ട് ചരിത്രത്താളുകൾ. നമ്മൾ ആരാധിക്കുന്നില്ലെങ്കിലും ആദരിക്കുന്ന രക്ഷകന്മാർ ഒത്തിരി പേരുണ്ട്. മനസ്സിലായില്ലേ? നമ്മളെ അക്ഷരം പഠിപ്പിക്കത്തില്ലെന്ന അവകാശത്തോടുകൂടെ നിന്ന കുറെ തിട്ടൂരങ്ങളുണ്ടായിരുന്നു. ഇവിടുത്തെ ഭൂവുടമകൾക്കും ഇവിടുത്തെ വരേണ്യവർഗത്തിനും അക്ഷരാധികാരം അവർക്ക് മാത്രമാ, അവരല്ലാത്തവരാരും അക്ഷരം പഠിക്കരുത്, കീർത്തനം പാടരുത്, പാട്ടെഴുതരുത് എന്നൊക്കെയുള്ള ഒരുമാതിരി തിട്ടൂരമുണ്ടായിരുന്നു ബ്രാഹ്മണാധിപത്യമുള്ള കാലത്ത്. അവരുടെ പാടത്തും പറമ്പിലും പണിയെടുക്കേണ്ടതിനും തെങ്ങും കവുങ്ങും മാവും അടയ്ക്കായും അതും ഇതുമെല്ലാം കൂടെ നട്ടുവളർത്തേണ്ടതിന് വളമിടുന്ന കൂട്ടത്തിൽ ഇവൻ്റെ വിയർപ്പ് കൂടെ വീഴണമെന്ന് പറഞ്ഞ് അവന് കൂലി കൊടുക്കാതെ പാടത്തവനെ പണിയിപ്പിച്ച ഒരുമാതിരി ആധിപത്യ വ്യവസ്ഥിതികളും അതീശത്വ ശക്തികളുമുണ്ട്. അവരുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഇന്ന് പകൽ മുതൽ ഞാൻ പണിതെടുത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിതതിന് എനിക്ക് ഇത്ര രൂപ കൂലി വേണമെന്ന് തൻ്റെ ഇടത്തോടെ മുതലാളി വർഗത്തിൻ്റെ കണ്ണിലേക്ക് വിരൽ ചൂണ്ടി പറയുവാൻ പ്രേരിപ്പിക്കേണ്ടതിന് സമുദായങ്ങളിലേക്ക് ഇറങ്ങിയ കുറെ രക്ഷകന്മാരുണ്ട്. മനസ്സിലായോ? ഞാനവരെ അംഗീകരിക്കുന്നു. അവരൊക്കെ രക്ഷകന്മാരാ. ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് കയ്യിലൊരു ചൂരവടി പോലുമില്ലാതെ ട്രിഗറിലൊന്ന് വിരലമർത്തിയാൽ പെരുമഴ പോലെ ബുള്ളറ്റ് പായിക്കാൻ ശേഷിയുള്ള തോക്ക് കയ്യിലുള്ള വെള്ളപ്പാടയുടെ നേരെ ഒരു ചൂരവടി പോലുമില്ലാതെ നിന്നുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ എന്ന് പറയാൻ ധൈര്യം കാണിച്ച് നെഞ്ചുറപ്പ് കാണിച്ച് നമ്മുടെ മഹാത്മാഗാന്ധി അടക്കമുള്ളവരൊക്കെ നമ്മുടെ രക്ഷകന്മാരാ. ശ്രീനാരായണ ഗുരുസ്വാമികളൊക്കെ രക്ഷകന്മാരാ. പക്ഷെ ഈ രക്ഷകന്മാരെല്ലാം നമ്മളെ വിടുവിച്ചത് ചെളിക്കണ്ടത്തിൽ നിന്നോ തമ്പ്രാക്കന്മാരുടെ ആധിപത്യത്തിൽ നിന്നോ മറ്റിതര പോരാട്ടങ്ങളിൽ നിന്നോ ആകാം. പക്ഷെ ഈ രക്ഷകന്മാരൊക്കെ മുട്ടുകുത്തുന്ന വേറൊരു രക്ഷകനുണ്ട്. ആ രക്ഷകൻ യേശു മാത്രമാ. ആ രക്ഷകൻ നമ്മെ വിടുവിച്ചത് ഏതെങ്കിലും സാധാരണ സംഗതിയിൽ നിന്നല്ല, നിത്യനരക ശിക്ഷാവധിയിൽ നിന്ന്. എത്ര പേർക്ക് ബോധ്യമുണ്ട്? അത്യുന്നതനായ ദൈവത്തിന്റെ ന്യായവിധിയുടെ കഠോര ഖഡ്ഗത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച ഒറ്റ രക്ഷകനേ ഉള്ളൂ. അതുകൊണ്ട് യേശു രക്ഷകനാണെന്ന് പറയല്ലേ, യേശു ഏകരക്ഷകനാണ്. നമ്മൾ സാധാരണ പറഞ്ഞ് ഇതിൻ്റെ വിലയൊക്കെ കളയുക. യേശു രക്ഷകനാന്നൊക്കെയാണ് നമ്മൾ നോ, അങ്ങനെ പറയരുത്. യേശു ഏകരക്ഷകനാ. എത്ര പേർക്ക് അർത്ഥം ബോധ്യമായി? യേശു മാത്രമേ രക്ഷിക്കാൻ കഴിയുള്ളൂ. മനസ്സിലായില്ലേ? സകലവിധ ഭൂതാ പ്രേത പിശാചുക്കൾ രക്ഷിക്കാൻ ദർവന്മാരുടെ അങ്ങ് ആയാറിൽ ആവാസമുറപ്പിക്കുന്ന ഭൂതബാധിത ഈ ഭൂമണ്ഡലത്തിലുള്ള ശത്രു സൈന്യം, അങ്ങ് അധമപാതാളത്തിലുള്ള ശത്രു സൈന്യം, ഈ 3 മണ്ഡലങ്ങളിലും വിന്യസിക്കപ്പെട്ടിരിക്കുന്ന ദുഷ്ടശക്തിയോട് അടങ്ങെന്ന് പറയാൻ പരമാധികാരമുള്ള ഒരൊറ്റ രക്ഷകനേ ഉള്ളൂ. തച്ചിന് കുത്തിയിരുന്ന് ചെയ്തു കൂട്ടുന്ന ചെയ്തു ദോഷങ്ങളും മന്ത്രവാദത്തിന്റെ ഇടപാടുകളും വിളിച്ചു ചൊല്ലലുകളും നേർച്ച കാഴ്ചകളും ആവാഹന ശക്തികളെ പറഞ്ഞ് നിന്റെ കൃഷിയിടത്തിലും നിന്റെ തലമുറയുടെ നന്മയ്ക്കെതിരെയും നിന്റെ കുടുംബത്തിന്റെ സമാധാനം കവർന്നു കളയാനും ആവാഹിച്ച് വിടുന്നവനോട് അരുതെന്ന് പറയാൻ തൻ്റെ ഇടമുള്ള ഒറ്റ ഒരു രക്ഷകനേ ഉള്ളൂ, ഒറ്റ ഒരു കർത്താവേ ഉള്ളൂ. അത് യേശു മാത്രമാണ്. യേശുവിനെ അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കണം. അപ്പം 3 കാര്യം മനസ്സിലായോ? യേശു ആരാ? ഏക ദൈവം. യേശു ആരാ? ഏക കർത്താവ്. യേശു ആരാ? ഏക രക്ഷകൻ. കുഞ്ഞുങ്ങളെ പാട്ടുപോലെ പഠിച്ചുകൊണ്ട് നടക്കണം. ഏകദൈവം, ഏകരക്ഷകൻ, ഏക കർത്താവ്. അടുത്ത് കേൾക്കണോ? യേശു ആരാന്നറിയാമോ? യേശു ഏക അവതാരമാണ്. രക്ഷകനായി വന്ന് മാനവജാതിയുടെ കയ്യിൽ നിന്ന് വല്ലതും പിടിച്ചടക്കേണ്ടതിനോ പിടുങ്ങി വാങ്ങേണ്ടതിനോ അല്ല. പകരം യേശു നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി തന്ന് നമ്മിൽ നിന്നൊന്നും വാങ്ങാതെ, 5 നയാ പൈസ വാങ്ങാതെ, ദേഹദണ്ഡന പ്രക്രിയകളൊന്നുമില്ലാതെ, ഒരു തുള്ളി ചോര നമ്മിൽ നിന്ന് വാങ്ങാതെ, നമ്മുടെ ഭൂമി വാങ്ങാതെ, നമ്മുടെ ഏതെങ്കിലും ഒന്ന് വാങ്ങാതെ, സ്വർഗത്തിലുള്ള സകലതിനും നമ്മെ അധികാരിയും അവകാശിയും ആക്കി തീർക്കേണ്ടതിന് സമൃദ്ധിയായി നമുക്ക് വേണ്ടി സകലതും നൽകി തൻ്റെ ജീവനും കൂടെ നൽകിയ ഒരൊറ്റ അവതാരമേ ഉള്ളൂ. അത് യേശു മാത്രമാണ്. അപ്പൊ അങ്ങനെ വിശ്വസിക്കണം, എന്നാലേ ദൈവപ്രസാദം ഉണ്ടാവും. നക്ഷത്രം തൂക്കിയത് കൊണ്ട്, 10 കേക്ക് വാങ്ങിച്ചു കൊടുത്തത് കൊണ്ട്, സ്കൂബിയുടെ ബാഗ് വാങ്ങിച്ചു കൊടുത്തത് കൊണ്ട്, വീടുന്ന 10 വീടിൻ്റെ ചോരുന്ന 10 വീടിൻ്റെ മേൽക്കൂര മാറ്റിക്കൊടുത്തത് കൊണ്ടോ, വിവാഹമാംഗല്യം എന്ന് പറയുന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടാത്ത 10 പെൺപിള്ളാർക്ക് വിവാഹത്തിൻ്റെ നന്മ പകർന്നു കൊടുത്തത് കൊണ്ടോ ഒന്നും ദൈവം പ്രസാദിക്കണം. അതൊക്കെ മാന്യമായ ജീവിതത്തിൻ്റെ നന്മകൾ, അതിനൊക്കെ ദൈവം പ്രതിഫലം തരും. പക്ഷെ ദൈവപ്രസാദം പ്രാപിച്ച് ദൈവത്തോടുകൂടെ മരണാനന്തര ഭാവി അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഈ വിധത്തിൽ വിശ്വാസം ഏറ്റെടുത്തേ മതിയാകുള്ളൂ. അത് അനുഭവിക്കുന്ന ദൈവമക്കൾ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. യേശു അവതാരങ്ങളുടെ കൂട്ടത്തിലൊരു അവതാരമല്ല, ഏക അവതാരമാണ്. എത്ര പേര് സമ്മതിക്കുന്നു? യേശു അടുത്തത് കേട്ടോണം, 5-മത്തത് കേട്ടോണം. 4 5-മത്തത് യേശു ഏക മധ്യസ്ഥനാണ്. ഹല്ലേലൂയ. സ്തോത്രം പറയാൻ എത്ര പേർക്ക് പറ്റും?
മധ്യസ്ഥന്മാരുടെ കൂട്ടത്തിൽ ഒരു മധ്യസ്ഥനല്ല, പിന്നെ പറ ഏക മധ്യസ്ഥന മനുഷ്യനു വേണ്ടി ദൈവത്തോട് മധ്യസ്ഥ ചെയ്യാൻ. ആ മധ്യസ്ഥൻ രക്ഷകൻ ആകണം. മാത്രമല്ല ആ മധ്യസ്ഥൻ മനുഷ്യനും ആ മധ്യസ്ഥൻ ദൈവവുമായിരിക്കണം. മനുഷ്യത്വവും ദൈവത്വവും കൂടെ ഒരുമിച്ച് സമന്വയിക്കപ്പെട്ട ഒരേ ഒരു ഭാവം എൻ്റെ കർത്താവിൽ മാത്രമാണ്. ക്രൈസ്തവ സഭ അണിയിച്ചൊരുക്കി നിർത്തിയിരിക്കുന്ന എല്ലാ മധ്യസ്ഥന്മാർക്കും ഈ ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ അവർ മധ്യസ്ഥന്മാരല്ലെന്നീ പറയുന്നത്. അല്ലാതെ മറ്റ് സഭകളോട് വിരോധമുള്ളത് കൊണ്ടൊന്നുമല്ല. മധ്യസ്ഥൻ്റെ ഏറ്റവും കുറഞ്ഞ യോഗ്യത മനുഷ്യന് വേണ്ടി ദൈവത്തോട് മധ്യസ്ഥ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആ മധ്യസ്ഥന് വേണ്ടുന്ന ക്വാളിറ്റി ആ മധ്യസ്ഥൻ മനുഷ്യനും പിന്നെ ദൈവമാകണം. ഇങ്ങനൊരു സമുന്നത ഭാവം സമഞ്ജസമായ സമ്മേളനത്തിൻ്റെ ആളത്വം യേശുവിൽ മാത്രമേ ഉള്ളൂ. അതുമാത്രമാണോ? മരിച്ചവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യണമെങ്കിൽ ആ മധ്യസ്ഥൻ്റെ യോഗ്യത അവൻ മരിച്ചവനുമാകണം, പിന്നെന്തോ ഇവനാകണം, ജീവിച്ചവനുമാകണം. അങ്ങനെ ഒറ്റ മധ്യസ്ഥനെയുള്ളത് യേശു മാത്രമാണ്. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ക്രൈസ്തവ സഭ പറയുന്ന ചൂണ്ടിക്കാട്ടുന്ന മധ്യസ്ഥന്മാരെല്ലാവരും ഇന്നും കല്ലറകളിൽ ഉറങ്ങുന്നവരാ. പാട്ടുകാർ പാടിയോന്ന് എനിക്കറിയില്ല. ഉലകമഹാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. പക്ഷെ ഒറ്റ കല്ലറ മാത്രം തുറന്നു കിടക്കുന്നു. അവനിവിടെ ഇല്ല. ആ കല്ലറയിൽ റൂമാല് കൊണ്ട് പൊതിഞ്ഞു വെച്ച ഒരുവനുണ്ട്, അവനിവിടെ ഇല്ല. അവൻ എവിടെ പോയി? അങ്ങ് മധ്യസ്ഥ ചെയ്യുവാൻ പിതാവിൻ്റെ സന്നിധിയിലേക്ക് കരേറിപ്പോയി. അതുകൊണ്ട് എൻ്റെ യേശു മധ്യസ്ഥന്മാരുടെ കൂട്ടത്തിലൊരു മധ്യസ്ഥനല്ല. ആൻറ്റി ശ്രദ്ധിക്കണേ, യേശു മധ്യസ്ഥന്മാരുടെ കൂട്ടത്തിലൊരാളല്ല, യേശു മാത്രം മധ്യസ്ഥന്. ബോധ്യമായവർക്കായി ദൈവത്തെ സ്തുതിക്കുകയും. ഓക്കെ, ആ യേശുവിനെ കുറിച്ച് ഇനിയും ചിന്തിക്കുമ്പോൾ ഏക അവതാരമ, ഏക മധ്യസ്ഥന, ഏക ആരാധ്യനാണ്. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? യേശു ഏക ആരാധ്യന്. നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. അതെന്നാ പ്രയോഗമെന്നറിയാം. നിന്റെ ദൈവമായ കർത്താവിനെയും അങ്ങനല്ല, പിന്നെ നിന്റെ ദൈവമായ കർത്താവിനെ മാത്രം. ആ മാത്രം എന്നതിൻ്റെ അടിയില വര കൊടുക്കേണ്ടത്. മണ്ണിനെ ആരാധിക്കരുത്, പെണ്ണിനെ ആരാധിക്കരുത്, ആണിനെ ആരാധിക്കരുത്, കുഞ്ഞിനെയോ കുട്ടിയോ ആരാധിക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? ഉദിച്ചു നിൽക്കുന്ന സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രജാലങ്ങളെയോ ആരാധിക്കരുത്. പറവകളെയോ പ്രാണികളെയോ കാട്ടുമൃഗങ്ങളെയോ നാട്ടുമൃഗങ്ങളെയോ ആരാധിക്കരുത്. ഒഴുകുന്ന പുഴയും ഭയങ്കരമായ തിരമാലകൾ ഉതിർത്തുന്ന സമുദ്രവും നമ്മുടെ ആരാധ്യന്മാരാകരുത്. വീശിയടിക്കുന്ന കൊടുങ്കാറ്റ് ആരാധ്യമാകരുത്. ഇതിനെ ഒന്നുമല്ല ആരാധിക്കേണ്ടത്. ഇതിനെയൊക്കെ നിർമ്മിച്ച് നിയന്ത്രിച്ച് നിയോഗിച്ച് പരിപാലിച്ച് പരിരക്ഷിക്കുന്ന ഒരു സാക്ഷാൽ പരബ്രഹ്മമുണ്ട്. പ്രൈസ് ദി ലോർഡ്. സാക്ഷാൽ ജഗം നിയന്താവുണ്ട്. ആ ദൈവമാണ് ആരാധ്യൻ. എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ട്? ആരാധന എന്ന് പറയുന്ന വിഷയം ഇതിനകത്ത് പിന്നെയും വരേണ്ടത് സമയത്തിൻ്റെ ലഭ്യതയുണ്ടാകുമെന്നറിയില്ല. അപ്പോൾ ആരാധ്യൻ യേശുവാണ്. യേശുവിനെ മാത്രമേ ആരാധിക്കാവൂ. അപ്പനപ്പൂപ്പന്മാർ ചൂണ്ടിക്കാണിച്ച് തന്നിട്ടുള്ള ഒരൊറ്റ ആവാഹനത്തിൻ്റെ പിന്നാലെ പോകരുത് എന്ന അവബോധം അകത്ത് കയറി യേശുവിനെ മാത്രം ആരാധിക്കാൻ മനസ്സ് കാട്ടുന്നവനിൽ മാത്രമേ ദൈവം പ്രസാദിക്കുകയുള്ളൂ. ദൈവപ്രസാദം ആരില്ല? ആരാധനയെക്കുറിച്ച് വെളിപ്പാട് കിട്ടിയവരില്ല ദൈവപ്രസാദം. പൊന്നുമോന് കുന്തിരിക്കും കാഴ്ചവെച്ചിട്ട് ആരെ ആരാധിച്ചെന്നാ പറയുന്നത്? വീണ് അവരെ എന്നല്ല, അവരെയൊന്നുമല്ല, അവളെയൊന്നുമില്ല. അതിനായിട്ട് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വീണ അവനെ നമസ്കരിച്ചു. കണ്ടോ? അവനെ നമസ്കരിക്കുന്നത് കൊണ്ട് എന്നാൽ പിന്നെ ഉണ്ണിയെ ആരാധിച്ചേക്കാന്നും പറഞ്ഞു പോകരുത്. പലർക്കും ഉണ്ണിയെ ആരാധിക്കുന്നതിനത് ഭയങ്കര താല്പര്യം. ടർക്കിക്കകത്ത് പൊതിഞ്ഞ് തോളലിട്ടുകൊണ്ടാണെന്ന ഉണ്ണി അയ്യേ അങ്കിളിനെ ബീഡി നാറുന്നൊന്നും പറയത്തില്ല, കള്ള് നാറുന്നൊന്നും ഉണ്ണി പറയത്തില്ല. മനസ്സിലായി? ഉണ്ണിക്ക് വല്ല പഴമോ PP ഒക്കെ വാങ്ങിച്ച്, പെരുന്നാളിന് വല്ല PP ഒക്കെ വാങ്ങിച്ച് തോളലിട്ട് നടന്ന് അങ്ങനെ അങ്ങ് ഇരുന്നോളും, കുഴപ്പമില്ല. മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ ഉണ്ണിയല്ല ആരാധിക്കേണ്ടത്, ആരാധ്യൻ കർത്താവ് തന്നെയാണ്. വീണവനെ ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതൊരു കേവലം ശിശുവല്ല, പിന്നെ ഇവൻ സാക്ഷാൽ സത്യദൈവത്തിൻ്റെ അവതാരമാണെന്ന് ബോധ്യമായതുകൊണ്ട് ആരാധിച്ചത്. ആരാധനയുടെ വെളിപ്പാടാണത്. അപ്പം ഏക അവതാരം, ഏക മധ്യസ്ഥൻ, ഏക ആരാധ്യൻ, ഏകദൈവം, ഏകരക്ഷകൻ, ഏകകർത്താവ്, ഇങ്ങനെ വിശ്വസിക്കുന്നവരില്ല ദൈവം പ്രസാദിക്കുന്നത്. തീർന്നില്ല, അടുത്ത കേട്ടോണം. ഏകനാഥനാണ്. ആശ്രയിപ്പാൻ ഏകനാഥനാണ്. കണ്ടോ? എന്ന് പറഞ്ഞാൽ നായകനാണെന്ന്. ഏകനാഥനാണ്, ഏക യോഗ്യനാണ്. ഏക യോഗ്യൻ എന്ന് മാത്രമല്ല, ഏക ന്യായാധിപനാണ് എൻ്റെ കർത്താവ്. സ്തോത്രം. പിന്നെയും വരിക 3 എണ്ണം. അപ്പം 6 3 എത്രയായി? 9 എണ്ണമായി. ഏകനാഥനാണ്, ഏക യോഗ്യനാണ്, ഏക ന്യായാധിപനാണ്. അങ്ങനെ വിശ്വസിക്കണം യേശുവിനെ. ഒരെണ്ണം കൂടെ പറഞ്ഞ 10 തികയുമല്ലോ. 10 എണ്ണം കൊണ്ട് പൊക്കോണം. അങ്ങനെ വിശ്വസിക്കുന്നവരെല്ലാം ദൈവം പ്രസാദിക്കുന്നത്. 10ാമത്തേത് കേട്ടോണം. ഏക പരിശുദ്ധനാണ് എൻ്റെ കർത്താവ്. സ്തോത്രം. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ജീവിതത്തിൽ ഒരു തിന്മയും ആർക്കും ചൂണ്ടിക്കാട്ടാനാവാത്ത വിധം ഏക പരിശുദ്ധൻ. അവസാനം പറഞ്ഞ 3 എണ്ണം കിട്ടിയോ? ആദ്യത്തെ 6 എണ്ണം കിട്ടിയല്ലോ. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം, ഇത് മറന്നു
പോകരുത്. ഈ 10 കാര്യങ്ങളെ വ്യക്തമായി വിശ്വസിക്കുന്നവനിലാ ദൈവം പ്രസാദിക്കുന്നത്. അല്ലാതെ നമ്മുടെ പുണ്യപ്രവർത്തികളിലും നമ്മുടെ ചടുലമായ നീക്കങ്ങളിലും നമ്മുടെ ഏതെങ്കിലുമൊക്കെ ഇടപാടുകളിലൊന്നുമല്ല ദൈവം പ്രസാദിക്കുന്നത്. ദൈവം അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കണം, അവനിലാണ് ദൈവം പ്രസാദിക്കുന്നതെന്ന് യേശു പറയുമ്പോൾ യേശുവിൻ്റെ വചസ്സുകളെ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ഈ വിശദീകരണം തരുന്നത്. ഏക ദൈവമായവൻ, ഏക കർത്താവായവൻ, ഏക രക്ഷകനായവൻ, ഏക അവതാരമായവൻ, ഏക ആരാധ്യനായവൻ, ഏക മധ്യസ്ഥനായവൻ. 6 കാര്യങ്ങൾ കിട്ടിയവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഏകനാഥനായവൻ, കണ്ടോ, ഏക യോഗ്യനായവൻ, ഏക ന്യായാധിപനായവൻ. അവസാനം ഞാൻ പറഞ്ഞത് ഏക പരിശുദ്ധനായവൻ. ഹല്ലേലൂയ. ജീവിതം 33.5 വർഷം സാധാരണ ജനങ്ങളോടൊപ്പം മുട്ടിത്തട്ടി ഉരുമി ഒരഞ്ഞു നടന്നു യെരുശലേമിലൂടെ, കഫർനഹൂമിന്റെ തെരുവീഥികളിലൂടെ, ഇസ്രായേലിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ. കണ്ടോ, അവിടെ എല്ലാം നടന്നു. സാധാരണക്കാരോടൊപ്പം, കൂലിപ്പണിക്കാരോടൊപ്പം, മത്സ്യബന്ധന തൊഴിലാളികളോടൊപ്പം, ഉന്നതന്മാർ, ശാസ്ത്രിമാർ, സൈന്യർ, പരീശർ, എരിവുകാരടക്കമുള്ളവരോട്, വമ്പൻ ഭരണാധിപന്മാരോട്, സാധാരണക്കാരോടൊപ്പം യേശു ഉണ്ടായിരുന്നു. പക്ഷെ മരണമെത്തുന്ന നേരമായപ്പോൾ അവരെല്ലാവരും കൂടെ വിസ്തരിച്ചിട്ട് ക്രൂശിക്കെന്ന് ചിലർ അട്ടഹസിക്കുമ്പോൾ അവരുടെ അട്ടഹാസത്തെ പിടിച്ചു നിർത്തിയിട്ട് നിയമത്തിന്റെ അവസാന വാക്കായി പീലാത്തോസ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: ഇവൻ ചെയ്ത കുറ്റമെന്താ? ഇവൻ ചെയ്ത കുറ്റമെന്താ? ആർക്കും അങ്ങനെ ഒരു കുറ്റം ന്യായമായി ചൂണ്ടിക്കാട്ടാൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് പീലാത്തോസ് പറയുന്നു, ഞാൻ ഇവനൊരു കുറ്റവും കാണുന്നില്ല. കുറ്റം എന്താണെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ മിണ്ടാതിരുന്നത് പോലെ എനിക്കും കുറ്റം തെളിയിക്കാൻ പറ്റുന്നില്ല, ഇവൻ കുറ്റമില്ലാത്തവൻ. അതുകൊണ്ടാണ് പറയുന്നത്, പരിശുദ്ധനല്ല എൻ്റെ കർത്താവ്, ഏക പരിശുദ്ധനാണ്. വാക്യം ഇതിനെല്ലാം കണ്ടെത്തിക്കണം. ഹോംവർക്ക് തന്നുവിടുക. ഏക പരിശുദ്ധനാ. 10 ഹോംവർക്ക് തരിക, അതിൻ്റെ വാക്യങ്ങൾ കണ്ടെത്തണം. എല്ലാറ്റിനും വാക്യങ്ങളുണ്ട്. എല്ലാം വാക്യസഹിതം 10 പറഞ്ഞാൽ നിങ്ങൾക്ക് പണി വേണ്ടേ? വീട്ടിൽ ചെന്ന് വെറുതെ ഇരിക്കത്തേ ഉള്ളൂ. അപ്പോൾ ഈ 10 വാക്യം കണ്ടുപിടിച്ചിട്ട് ഇന്ന് രാത്രി ഉറങ്ങുള്ളൂ എന്നൊരു തീരുമാനമെടുത്താൽ അത് ആത്മീയ ജീവിതത്തിന് വലിയ ഗുണമാകും. അപ്പോൾ ഇങ്ങനെ വിശ്വസിക്കുന്നവരിലാണ് ദൈവം പ്രസാദിക്കുന്നത്. സ്വതന്ത്രം പറഞ്ഞിട്ട് കരങ്ങൾ ഉയർത്തി. നമ്മൾ ചിന്തിക്കുന്ന ഏതാണ്ടൊക്കെ ചെയ്താൽ ദൈവം അങ്ങ് പ്രസാദിക്കുമെന്ന, അങ്ങനൊന്നുമില്ല. ഈ ഉപദേശാധിഷ്ഠിതമായി ക്രിസ്തു കേന്ദ്രീകൃതമായി വചന വ്യവസ്ഥ പ്രകാരം വരുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രസാദമുണ്ടാകുക. അല്ലെങ്കിൽ ദൈവം അവസാനം തള്ളിക്കളയും. ഈ മരുഭൂമിയിൽ നമ്മൾ പട്ടുപോകും. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു പോയതുപോലെ നമ്മൾ മരുഭൂ പ്രയാണികളാണ്. അറിയാമോ? മരുഭൂ പ്രയാണത്തിൽ ചാരിടുവാൻ എന്ന് പാടാറുണ്ട്. സൂപ്പർ പാട്ടുകാരിവിടെ ഉള്ളത് കൊണ്ട് ഞാൻ പാടുന്നില്ല. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ. അപ്പം നമ്മൾ സഞ്ചാരികളാണ്, യേശുവിൽ ചാരി ഇങ്ങനെ പോവുക. പക്ഷെ പ്രസാദിച്ചില്ലെങ്കിൽ പണി വാങ്ങിച്ചു കിട്ടും. അത് വരാതിരിക്കേണ്ടതിന് ക്രിസ്മസിൻ്റെ തിരക്കിനിടയിൽ വിളിച്ചു പറയുന്നു താങ്കളുടെ കാതിലേക്ക്. ഈ വീടൊരുക്കി അനുഗ്രഹീതമായ സുവിശേഷ ക്രിസ്മസ് ഗിഫ്റ്റാണ്. നിങ്ങൾക്ക് 4 കേക്ക് വാങ്ങിച്ചു തരുന്നതിനേക്കാൾ ഇവിടുത്തെ അച്ചായനും ആൻറ്റിയും കുഞ്ഞുങ്ങളും കൂടെ നിങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയ ക്രിസ്മസ് ഗിഫ്റ്റാണ് ഈ വചന ചിന്തയും ഇവിടെ പാടിയ കേൾപ്പിച്ച പാട്ടുകളുടെ ആലോചനകളും. പ്രൈസ് ദി ലോർഡ്. അത് ഏറ്റവും വലിയൊരു ക്രിസ്മസ് ഗിഫ്റ്റ് തന്നെയാണ്. അപ്പം ദൈവം പ്രസാദിക്കാൻ എന്താ ചെയ്യേണ്ട? അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദം. ദൈവപ്രസാദമുള്ളവർക്കാണ് സമാധാനം. ആ സമാധാനം നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ ഈ 10 കാര്യങ്ങളിൽ വിശ്വസിക്കണം. ആരെ വിശ്വസിക്കണം? യേശുവിനെ വിശ്വസിക്കണം. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇനി മറ്റൊരു വാക്യം വിശ്വാസവുമായി ബന്ധപ്പെട്ട് നൽകിത്തരാം. എബ്രായലേഖനം 11 അധ്യായം 6 വാക്യം. ദൈവമക്കൾ, അല്പം എങ്കിലും വേദവിജ്ഞാനീയമുള്ള ദൈവവചനവുമായി പൊരുത്തമുള്ളവർക്ക് മാത്രം ബോധ്യമാകുന്ന ഒരു വിഷയമാണ് ഇനി പറയാൻ പോകുക. അവിടെ എബ്രായലേഖനം 11:6 വാക്യം പറയുന്നത്. എബ്രായലേഖനം 11:6, വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ. അപ്പൊ അതേത് വിശ്വാസം? ക്രിസ്തുയേശുവിലെ വിശ്വാസത്തിന്റെ 10 കാര്യങ്ങളാണ് വ്യക്തമായി ഞാൻ ഇപ്പോൾ പറഞ്ഞത്, അക്കമിട്ട് പറഞ്ഞത്. ഇനി രക്ഷാനിർണയം പ്രാപിച്ച് ആ വിശ്വാസത്തിലേക്ക് വന്നവരോട് പിന്നെയും പറയുക, വിശ്വാസം കൂടാതെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റില്ല. അതെന്താണ് വിശ്വാസം? ഒരു പദം ഞാൻ പറയുന്നു, ഒരു ഹീബ്രു വേർഡ് പറയാം, ഒരു എബ്രായ പദം ഞാൻ പറയാം. ആ പദം ഇങ്ങനെയാണ്, യമുന്നാഹ് എന്നൊരു പദമാണ്. യമുന്നാഹ് എല്ലാവരും കുറിച്ചുകൊള്ളണം. EMUNNAH, യമുന്നാഹ്. ഒന്നുകൂടെ പറയുന്നു സ്പെല്ലിംഗ്, EMU, യമുന്നാഹ്, NNAH, യമുന്നാഹ് എന്നൊരു പദമുണ്ട്, ഹീബ്രു വേർഡ്. വേദപുസ്തകം പഠിക്കുന്നത്, എബ്രായ ഭാഷയെ പഠിക്കാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യമാണ്. വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ എബ്രായ പദങ്ങൾ പരതണം. എന്നിട്ട് അതിനെ ഹീബ്രു, ഗ്രീക്ക് ഇന്റർലിങ്ക്സ് ബൈബിളൊക്കെ കിട്ടും. വചനം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ. ഗ്രീക്ക് ഭാഷയുടെ അതിപ്രസരം കടന്നു കയറി വന്നിട്ട് അലക്സാണ്ടർ ദ ഗ്രേറ്റ് സ്ഥാപിച്ചതാണ് ഗ്രീക്ക് യവനായ ഭാഷയൊക്കെ. അദ്ദേഹം അങ്ങ് മൺമറഞ്ഞു പോയിട്ടും അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഗ്രീക്ക് ഭാഷയുടെ സ്വാധീനത്തിൽ
സമ്പന്നത ഇന്നും വേദവിജ്ഞാനീയത്തിൽ അങ്ങനെ തന്നെ തുടരുക ഒരു പോരാട്ടം പോലെ. പക്ഷേ എബ്രായ ഭാഷയുടെ അനുഭവത്തിലാണ് നമ്മൾ വചനം പഠിക്കേണ്ടത്. അതിൻ്റെ കൃത്യത നമുക്ക് അവിടെയാണ് ലഭിക്കപ്പെടുക എന്ന് ഒരു അടിക്കുറിപ്പ് കൂടെ ദൈവദാസന്മാരുടെ വേദവിദ്യാർത്ഥികളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. വിശ്വാസം എന്നുള്ളതിന് ഹിബ്രു വേർഡ് പ്രസ്റ്റീസ് എന്നൊരു പദമാണ്. വലിയ പ്രസക്തമായൊരു പദമല്ല. പക്ഷേ യമുന്നാഹ് മറക്കരുത് ഒരിക്കലും. യമുന്നാഹ് ഇല്ലാത്ത ആരിലും ദൈവം പ്രസാദിക്കത്തില്ല എന്നാണ് വിശ്വാസികളോടുള്ള ശക്തമായ ദൂത്. മനസ്സിലായി? പൊതുജനം അറിയണം, യേശുവിൽ വിശ്വസിക്കാത്തവനിൽ ദൈവം എന്തോ ചെയ്യത്തില്ല, പ്രസാദിക്കില്ല. യേശുവിൽ വിശ്വസിക്കുന്നവരോടാ പിന്നെ പറയുന്നത് വിശ്വാസത്തിൻ്റെ തികവ്. അത് യമുന്നാഹാണ്. യമുന്നാഹ് എന്ന ആ വാക്കിൻ്റെ പ്രയോഗം എന്താണെന്നറിയാമോ? നമ്മിലെ ത്രിവിധ ഘടകങ്ങളുണ്ട്. മനുഷ്യൻ്റെ ത്രിവിധ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? ദേഹം ദേഹി ആത്മാവെന്നാണ് നമ്മൾ പറഞ്ഞ് ശീലിച്ചത്. അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ, നമ്മുടെ വായിൽ അതേ വരുള്ളൂ, ദേഹം ദേഹി ആത്മാവ്. പക്ഷേ അത് പറയേണ്ടതിൻ്റെ ഓർഡർ അങ്ങനല്ല. ആത്മാവ് ദേഹി ദേഹം അങ്ങനെ തന്നെ പറഞ്ഞ് ശീലിക്കണം. ഇനി അതൊന്ന് വഴിപ്പെട്ട് വരാൻ ഇച്ചിരി പാടായിരിക്കും. നമ്മൾ സൺഡേ സ്കൂളിൻ്റെ കാലം മുതൽ എങ്ങനെ പറഞ്ഞേ? ദേഹം ദേഹി ആത്മാവ്. ആരും നമ്മളെ തിരുത്തിയില്ലാത്തതുകൊണ്ട് ഇപ്പോഴും അതിങ്ങനെയാണ് കിടക്കുക, ദേഹം ദേഹി. അപ്പം നമ്മൾ പറയുമ്പോൾ ആദ്യത്തെ പരിഗണന ഏതിനാ? ദേഹത്തിനാണ് വരുന്നത്. ദേഹം ദേഹി. മൂന്നാമത്തെ പരിഗണനയാണ് ആർക്ക് വരുന്നത്? അതുകൊണ്ടാണ് പറയുന്നത് അന്ന് അത്താഴം ഉണ്ടിട്ട് പ്രാർത്ഥിക്കാമെന്ന്. ചിലപ്പോൾ അങ്ങനെയാണല്ലോ. ഇനിയിപ്പോൾ ഇത്രയും സമയമായി, അത്താഴം ഉണ്ടിട്ട് എന്തോ ചെയ്യാം? പ്രാർത്ഥിക്കാം. ഞായറാഴ്ചയും കൂടെ പണിക്ക് പോകുന്നതിൻ്റെ കാരണം ദേഹത്തിന് പരിഗണന കൊടുക്കുന്നതിൻ്റെ കാര്യം. ദൈവത്തിന് പരിഗണന കൊടുക്കാതെ ദേഹത്തിന് പരിഗണന കൊടുത്ത് നമ്മൾ ശീലിച്ചു പോയി ദേഹം ദേഹി ആത്മാവ്. പക്ഷെ അങ്ങനല്ല. വേദപുസ്തകത്തിൻ്റെ ഓർഡർ നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ പ്രാണനും നിങ്ങളുടെ ദേഹവും. 1 തെസ്സലോനിക്കർ 5:23 അങ്ങനെയാണ്. നിങ്ങളുടെ ആത്മാവും ദേഹവും. അവിടെ ദേഹിക്ക് പകരം തെസ്സലോനിക്ക ലേഖനത്തിൽ പ്രാണൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ ത്രിവിധ ഘടകങ്ങൾ ശ്രദ്ധിക്കണം. യമുന്നാഹിൻ്റെ അർത്ഥമാണ് ഞാൻ പറയുക. ത്രിവിധ ഘടകങ്ങളെ സ്വാധീനിക്കുന്നതാകണം വിശ്വാസം. എങ്കിലേ അത് യമുന്നാഹാകുകയുള്ളൂ. മനസ്സിലായോ? ആത്മാവ് ദേഹി ദേഹം ഈ ത്രിവിധ ഘടകങ്ങളെ നമ്മൾ സ്വീകരിച്ച നിലപാട് സ്വാധീനിക്കുന്നതിനെയാണ് എന്തോ പറയുന്നത്? യമുന്നാഹ് എന്ന് പറയുന്നത്. വ്യക്തമാക്കാം, ഞാൻ ലളിതമായി പറഞ്ഞു തരാം, വിശദീകരണം പറഞ്ഞു തരാം. യമുന്നാഹ് എന്നുള്ളതിനൊരു ഒറ്റവാക്ക് മലയാളം പറയാൻ പറ്റില്ല. അതിനെ ഇങ്ങനെ ഓർത്തിരിക്കണം. നമ്മൾ സ്വീകരിച്ച നിലപാട്, നമ്മൾ സ്വീകരിച്ച ആളത്വം, അത് പരിശുദ്ധ തൃത്വമാണ്. ആ പരിശുദ്ധ തൃത്വത്തെ നമ്മൾ സ്വീകരിച്ചു. ആ പരിശുദ്ധ തൃത്വത്തിൻ്റെ ആലോചനയെ, സനാതന വചനത്തെ നമ്മൾ സ്വീകരിച്ചു. ആ സ്വീകരിച്ച നിലപാട് നമ്മുടെ ആത്മാവിനെയും ദേഹിയെയും ദേഹത്തെയും ഒരേപോലെ സ്വാധീനിച്ചാൽ അതാണ് വിശ്വാസം. ദൈവം പ്രസാദിക്കുന്ന വിശ്വാസം അതാ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? വിശദീകരണം അല്പം കൂടെ തരാം. പ്രത്യേകിച്ച് യൂത്ത് ശ്രദ്ധിച്ചോണം, സകല യുവതി യുവാക്കന്മാരെ ശ്രദ്ധിച്ചോണം. നമ്മൾ സ്വീകരിച്ച ഈ നിലപാടുണ്ടല്ലോ, ഏക സത്യദൈവം എന്ന നിലപാട്, പരിശുദ്ധ തൃത്വം എന്ന നിലപാടുണ്ടല്ലോ, ആ നിലപാട് നമ്മളുടെ ആത്മാവിനെയും നമ്മുടെ ദേഹിയെയും നമ്മുടെ ദേഹത്തെയും എന്തോ ചെയ്യണം? സ്വാധീനിക്കണം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാ, ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നു. യേശുവിനെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് ആത്മാവിൽ മാത്രം ഒരു ബന്ധമല്ല. ആത്മാവിൽ ബന്ധമാകുമ്പോഴാണ് നമ്മൾ പാടുന്നതും ആരാധിക്കുന്നതും കൈയടിക്കുന്നതും പ്രൈസ് ആൻഡ് വർഷിപ്പിൽ ഇടപെടുന്നതും യോഗങ്ങൾക്ക് പോകുന്നതുമെല്ലാം. പക്ഷെ അങ്ങനെ പോകുന്ന ഒരാളുടെ ദേഹവും അതിനോട് പ്രതികരിക്കണം. ദേഹത്തിൽ തിന്മയില്ലാതെ സൂക്ഷിക്കണം. കാരണം യേശു എന്ന ആളത്വത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ ഈ ദേഹം തിന്മയില്ലാതിരിക്കണം. എത്ര പേർക്ക് മനസ്സിലായി? ദേഹിയിൽ അശുദ്ധ വിചാരങ്ങളില്ലാതിരിക്കണം. ഞാൻ 3 കാര്യം പറയാം. 1, ആത്മാവിൽ കന്മഷമുണ്ടാകരുത്. ദേഹിയിൽ അശുദ്ധ വിചാരങ്ങൾ ഉണ്ടാകരുത്. ദേഹത്തിൽ അന്ധകാരത്തിൻ്റെ സ്വാധീനം ഉണ്ടാകരുത്. ഈ 3 കാര്യങ്ങളില്ലാതെ നമ്മുടെ ശരീരത്തെ സമസ്തമായി കാക്കുന്നതാണ് യമുന്നാഹ്. അവിടെയാണ് ദൈവം പ്രസാദിക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആത്മീകനാണ് എന്നവകാശപ്പെടുമ്പോഴും, ആത്മീകമാണ് ആള് എന്നവകാശപ്പെടുമ്പോഴും, അതെല്ലാവരും കൂടി ഇങ്ങനെ യോഗത്തിനിരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. അവസരം അനുകൂലമായി ഒത്തുകിട്ടുന്ന മുറിക്കകത്ത്, ഒത്തുകിട്ടുന്ന സ്ഥലത്ത്, ഒത്തുകിട്ടുന്ന ഇടവഴിയിൽ, കൂട്ടുകാരുമായി ഒത്തുകിട്ടുമ്പം, നല്ല റേഞ്ചുള്ള ഒരു മുറിക്കകത്ത് ഒറ്റയ്ക്കാകുമ്പം എന്തൊക്കെയാണ് കാണുന്നത്, എന്തൊക്കെയാണ് കേൾക്കുന്നത്, എന്തൊക്കെയാണ് മാന്തി നോക്കുന്നത് എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയ ദേഹിയുടെയും ദേഹത്തിൻ്റെയും ആത്മീയത. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ ഒരാൾ ആത്മീയനാണ് എന്ന് പറയണമെങ്കിൽ അവൻ്റെ ആത്മാവിൽ കന്മഷമില്ലാതിരിക്കുക, അവൻ്റെ ദേഹിയിൽ അശുദ്ധ വിചാരങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? കുത്തഴിഞ്ഞ ലൈംഗികതയുടെ, ആഭാസത്തരങ്ങളുടെ, അല്ലെങ്കിൽ ക്രോധത്തിൻ്റെ, ഈർഷ്യയുടെ, പകയുടെ, പിണക്കങ്ങളുടെ, ദുശീലങ്ങളുടെ ഒരു ദുർഗുണങ്ങളും
ദേഹിയിൽ പാടില്ല, വിചാരങ്ങളിൽ പാടില്ല. അപ്പം തന്നെ ദേഹം അരുതരുത്, തൊട്ടതാകരുത്, പിടിച്ചതാകരുത്, എടുത്തതാകരുത്, എഴുതിയതാകരുത്, കഴിച്ചതാകരുത്, കുടിച്ചതാകരുത്, എങ്ങും ഈ ശരീരം മുട്ടിയതും ഉരുമിയതും ഉരഞ്ഞതുമാകരുത്. അരുതരുതാത്ത അവിഹിതമായി ഒന്നുമില്ലാത്ത ഒരു ശരീരമാണെങ്കിൽ അതാണ് എമുന്നാഹ്. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അല്പ തീഷ്ണമാണ് വിശ്വാസ ജീവിതം. കണ്ടോ, വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ സ്തോത്രം, ഹല്ലേലൂയയും ഗ്ലോറിയും കൊണ്ട് മാത്രം ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. നമ്മുടെ പ്രൈസം ചിലർ പഠിപ്പിക്കുന്ന അങ്ങനെ ഈ പുതിയ തിയോളജി കയറി വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ യൂത്ത്സിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ജഡം കൊണ്ട് ചെയ്യുന്നൊന്നും ആത്മാവിനെ ബാധിക്കത്തില്ലെന്ന പുതിയ തിയോളജി. അറിയാമോ, നമ്മൾ ജഡപ്രകാരം ചെയ്യുന്നത്, കള്ളു കുടിച്ചാലും പുക വലിച്ചാലും ലൈംഗിക ബന്ധങ്ങളിൽ അവിഹിതമായി ഏർപ്പെട്ടാലും അതൊന്നും ആത്മാവിനെ ബാധിക്കത്തില്ല. ജഡത്തിന് ഇതൊക്കെ ഇഷ്ടമാണ്. ജഡത്തിന് ഇഷ്ടമുള്ളത് ജഡത്തിന് കൊടുക്കണം. ദൈവത്തിന് ഇഷ്ടമുള്ളത് സ്തോത്രം, ഹല്ലേലൂയയും ഗ്ലോറിയും പെന്തക്കോസ്ത് നാളിൽ എന്നൊക്കെയുള്ള പാട്ടുമൊക്കെയാ. ആ പാട്ടുമൊക്കെ പാടി ദൈവത്തെ അങ്ങ് ആരാധിക്കണം കുറേ മണിക്കൂർ. ആ ആരാധിച്ചതിൻ്റെ ആലസ്യം മാറാൻ പിന്നെ അടഞ്ഞ മുറി കയറി എന്തോ കാണിച്ചാലും അതൊന്നും ആത്മാവിനെ ബാധിക്കത്തില്ലെന്ന് ജ്ഞാനമതത്തിൻ്റെ പുത്തൻ പതിപ്പ് തിയോളജി ആത്മിക തലത്തിലുമുണ്ട്. പിള്ളേർ പിഴച്ചു പോകാൻ വേറെ വല്ലതും വേണോ? അതുകൊണ്ട് ഈ വിധമായി ജ്ഞാനമതത്തിൻ്റെ സകല ഇടപാടുകളെയും വെട്ടിമുറിച്ച് കുഴിച്ചു മൂടിയ അനുഗ്രഹിതര അപ്പോസ്തലന്മാരായ പൗലോസും അതേപോലെ യോഹന്നാനും എല്ലാം, യോഹന്നാന്റെ കൃതികളും അതുപോലെ അപ്പോസ്തലനായ പൗലോസിൻ്റെ കൃതികളെല്ലാം ജ്ഞാനമതത്തിനെതിരെ ശക്തമായ പ്രതികരണങ്ങളും ജ്ഞാനമതത്തെ കുഴിച്ചു മൂടിയതുമാണ്. തീത്തോസിനോടും തിമോത്തിയോസിനോടും ഒക്കെ പൗലോസ് പറയുന്നത്, ആരും നിന്റെ യൗവനത്തെ തുച്ഛീകരിക്കരുത്. കണ്ടോ, നിന്റെ യൗവന ശരീരമുണ്ടല്ലോ കർത്താവിന് പ്രസാദമാകണം. നിന്റെ വാക്കിലും നിന്റെ പ്രവൃത്തിയിലും നിന്റെ ചിന്തയിലും നീ ദൈവത്തിന് വിശുദ്ധമാകണം. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ലാളിത്യം ഇത്രയേ ഉള്ളൂ. ലളിതമായി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പാടുകയും ആരാധിക്കുകയും ചെയ്യുന്ന നമ്മുടെ പെന്തക്കോസ്തിൻ്റെ ജീവിതം അടഞ്ഞ മുറിയിലും ആരാധനയിലായിരിക്കണം. ദൈവത്തിൻ്റെ കണ്ണിൻ്റെ മുൻപാകെ, അഗ്നിമയമായ കണ്ണുകളുടെ മുൻപാകെ നമ്മുടെ ശരീര വ്യവസ്ഥിതി ദൈവത്തിന് പ്രസാദമായി മാറണം. എന്ന് പറഞ്ഞാൽ അല്പം കൂടെ ലളിതമായി പറയാം, ജീവിതം പങ്കിടാൻ കൂടിയിരിക്കുന്ന നിന്റെ ജീവിത പങ്കാളിയുടെ മുൻപാകെ ഭർത്താവിൻ്റെ ജീവിതം സുതാര്യമാകണം, ഭാര്യയുടെ ജീവിതം സുതാര്യമാകണം, ജനിപ്പിച്ച മക്കളുടെ മുമ്പിൽ മാതാപിതാക്കളുടെ ജീവിതം സുതാര്യമാകണം, ജനിപ്പിച്ച പാലൂട്ടി വളർത്തി വിയർപ്പൊഴുക്കി വളർത്തിയ പിതാവിൻ്റെ മുൻപാകെ നിന്റെ ജീവിതം സുതാര്യമാകണം, മാതാവിൻ്റെ മുൻപാകെ സുതാര്യമാകണം. സ്തോത്രം. എങ്കിലേ ദൈവം എന്തോ ചെയ്യത്തുള്ളൂ. അതാണ് ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ വിശ്വാസം കൂടിയേ തീരുവെന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? മൊബൈൽ ഫോൺ ഫ്രീ ആണോ എല്ലാവരുടെയും? ഭർത്താവിനടുത്ത് വിളിക്കാൻ പറ്റുമോ? ഭാര്യയ്ക്കടുത്ത് വിളിക്കാൻ പറ്റുമോ? ലോക്ക് നമ്പർ അഴിക്കാതെ ഭാര്യയ്ക്ക് താങ്കളുടെ മൊബൈൽ ഫോൺ കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്നാണ് എൻ്റെ ചോദ്യം. കേക്ക് വാങ്ങിച്ചു കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കുകയാണ്. ഭാര്യ മൊബൈൽ എടുക്കാതിരിക്കാൻ ലോക്ക് ഇട്ടിട്ടാ കേക്ക് കൊടുക്കുന്നെങ്കിൽ എന്നാ ഗുണം? എൻ്റെ സഹോദരൻ, അവിടെ മൊബൈലിനകത്ത് ബാലൻസ് ഇല്ല. അതുകൊണ്ടാണ് ഒരു കോൾ വിളിക്കാൻ 10 നമ്പർ ഡയൽ ചെയ്തപ്പം തുറക്കുന്നില്ല. എസ് വരച്ചു, ഒ വരച്ചു, കെ വരച്ചു, എം വരച്ചു, എൻ വരച്ചു, എന്തോ വരച്ചിട്ടും തുറക്കുന്നില്ല. മനുഷ്യ, ഈ കുന്തം എങ്ങനെ ഒന്ന് തുറന്നതാന്ന് പറയേണ്ടി വരുന്നൊരു ഗതികേടുണ്ടെങ്കിൽ എന്തോ കുഴപ്പമുണ്ട്, അവിടെ എന്തോ ഇടപാടുണ്ട്. പണ്ട് പിതാവാം ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം, അദൃശ്യ ദൂതഗണങ്ങൾ ജനിപ്പിച്ച മാതാപിതാക്കളുടെയൊക്കെ മുമ്പിൽ നിന്നുകൊണ്ട് അങ്ങേ മാത്രം സ്നേഹിച്ച്. അപ്പൊ അവിടെ ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ അങ്ങേ മാത്രം എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ നിന്നെ മാത്രം സ്നേഹിച്ച്. ഇപ്പൊ മാത്രത്തിന്റെ വേലിക്കെട്ടിന് എന്തോ പൊട്ടൽ വന്നപ്പോഴുകൊണ്ടാണ് ഈ ലോക്ക് നമ്പർ കയറി വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? മോൻ അപ്പൻ്റെ ഫോണിൽ വിളിച്ചു, പപ്പ എവിടാ പപ്പ? ഞാൻ കടയിൽ നിൽക്കുക, സാധനം വാങ്ങിക്കുക. എന്താ, നിനക്ക് എന്തെങ്കിലും വാങ്ങിക്കണോ? എനിക്കൊന്നും വാങ്ങിക്കണ്ട. പപ്പായുടെ ഫോൺ എടുത്ത് മമ്മി വാട്സപ്പ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ, വാങ്ങിച്ച സാധനം കളഞ്ഞ് പുള്ളി അവിടുന്ന് ഒരു വരവ് വന്നിട്ട് സാധാരണ മുറ്റത്ത് പാർക്ക് ചെയ്യുന്ന വണ്ടി ബൈക്ക് കൊണ്ടുവന്ന് സിറ്റ് ഔട്ടിലോട്ട് കയറുക. അങ്ങ് മേളോട്ട് ഗതികേടാ. ദൈവം പ്രസാദിക്കാൻ എങ്ങനെ പറ്റുമെന്ന് പറ. മക്കളോട് ഞാൻ പറയാം, കുഞ്ഞുമക്കളോട് പറയാം, അപ്പൻ്റെ വിയർപ്പ് ആണ് നിന്റെ മൊബൈൽ ഫോണിൻ്റെ പിന്നിലെ സാമ്പത്തികം. അമ്മയുടെ വിയർപ്പാണ്. മഞ്ഞുവെള്ളം തോരുന്നതിന് മുമ്പേ ഇറങ്ങി പുറപ്പെട്ട് രാത്രി കനത്തിട്ടും വീട്ടിൽ കയറാൻ പറ്റാത്ത അപ്പനും അമ്മയുണ്ട്. അവരുടെ വിയർപ്പിൻ്റെ വിലയാണ് നിന്റെ കയ്യിലിരിക്കുന്ന ആ ഡിവൈസ്. അത് അവർക്ക് കൈകാര്യം ചെയ്യാനും അവരുടെ മുമ്പിൽ വെച്ച് പറയാനും മിണ്ടാനും പറ്റുന്നില്ലെങ്കിൽ ദൈവം എങ്ങനെയാണ് നിന്നിൽ പ്രസാദിക്കേണ്ടത്? പറ. മരണം നമ്മെ വേർപിരിക്കും നാൾ വരെ എന്ന് പറഞ്ഞ് തുടങ്ങിയ ദാമ്പത്യ ബന്ധത്തിനകത്ത് കിറുകിറുപ്പുണ്ടായെങ്കിൽ ദൈവം എങ്ങനെ പ്രസാദിക്കണമെന്ന് പറ. എബ്രായലേഖനം 11:6 വിശ്വാസം കൂടാതെ ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ലെന്ന് വാക്യം വായിച്ചിട്ട് നമ്മൾ ഒറ്റ ഓട്ടം ഓടുന്ന അബ്രഹാമിൻ്റെ അടുത്തോട്ടാ.
ആണോ? ഏലിയാവിന്റെ അടുത്തോട്ടൊക്കെ നമ്മൾ ഓടുന്നത്. അങ്ങോട്ടൊന്നും ഓടേണ്ട കാര്യമില്ല. പുതിയ നിയമത്തിൽ തന്നെ നിൽക്ക്. അവിടെ വിശ്വാസം എന്ന് പറയുന്നത് യമുന്നാഹാണ്. യമുന്നാഹ് എന്ന് പറഞ്ഞാൽ നിന്റെ ആത്മാവും നിന്റെ ദേഹിയും നിന്റെ ദേഹവും ദൈവത്തിന്റെ കണ്ണുകളുടെ മുമ്പിൽ സുതാര്യമാകണം. അതാണ് യമുന്നാഹ്. എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ട്? അവിടെയാണ് ദൈവം പ്രസാദിക്കുന്നത്. കയ്യിൽ വന്ന സാമ്പത്തികത്തിനൊക്കെ കൃത്യമായ കണക്കുണ്ടോ? ഈ കണക്ക് പുസ്തകം തമ്പുരാന്റെ കയ്യിൽ വെക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കണക്കപ്പിള്ളയും പിന്നെ അതിന്റെ സെക്രട്ടറിയും ഖജാൻജിയും ട്രഷറും എല്ലാം കൂടെ ഒത്തു അങ്ങനെ അങ്ങ് എഴുതി. ഇപ്പം അല്ലാതെ ഇപ്പം എന്തോ ചെയ്യാൻ പറ്റും? അങ്ങനെ അങ്ങ് എഴുതി. അല്ല, കണക്ക് കൃത്യം. പിന്നെ കൃത്യം ആകാതിരിക്കാൻ നമ്മളല്ലേ ചെയ്തേ. ഈ കൃത്യമാണോ എന്ന് ചോദിച്ചാൽ ഉടയവൻ അടി കയ്യൊപ്പെടുവോ ഇതിന്റെ കണക്ക് പുസ്തകത്തിന്റെ അടിയിൽ? കുരിശുമൂട്ടിൽ തോമാച്ചായൻ 9,000 രൂപ പറഞ്ഞു കൊടുത്ത ആള് എഴുതിയ പുള്ളി 6,000. അച്ഛാ, 9,000 രൂപ പുള്ളി തന്ന. അച്ഛനെ അറിയാമല്ലോ, കുരിശുമൂട്ടി തോമാച്ചാന്റെ കാര്യം അറിയില്ല. ഭയങ്കര ഓടക്കാ പുള്ളി. 9,000 എവിടെയെന്ന് ചോദിച്ചു വഴക്കുണ്ടാക്കും. എടാ, അതൊക്കെ ഞാൻ ഏറ്റു. അല്ല അച്ഛൻ 6,000 എഴുതിയുള്ളൂ, അതുകൊണ്ടായി പറഞ്ഞേ. പ്ലീസ് 9 എഴുതച്ചാ. ഞാൻ പറഞ്ഞു 9. എടാ, 9 എന്നുള്ളത് ശരിയാ നീ പറഞ്ഞത്, ഞാൻ എഴുതിയതും ശരിയാ. അതെങ്ങനെയാ വെച്ചാൽ 9 എന്ന് പറഞ്ഞപ്പോൾ 6 എഴുതിയത് അതെങ്ങനെയാ ശരി? ഇത് ഇവിടെ നോക്കുമ്പോൾ 6 കർത്താവ് മോളിൽ നിന്നാണ് നോക്കുന്നത്. താഴോട്ട് നോക്കുമ്പോൾ ഈ 6 9 ആകുമല്ലോ. ഈ 9ഉം 6നും അങ്ങനെ ഇടപാടുണ്ട്, അറിയാമോ? 6 ഇവിടെ നിന്ന് നോക്കുമ്പോൾ 6 മോളിൽ നോക്കുമ്പോൾ എന്തായിരിക്കും? കർത്താവ് പരമോന്നതൻ, അത്യുന്നതൻ. അവിടെ നിന്ന് നോക്കത്തുള്ളൂ, ഇങ്ങോട്ട് ഇറങ്ങി വരത്തൊന്നുമില്ല. ഇങ്ങനെ 9ഉം 6ഉം ഒക്കെ കൃത്രിമത്വം കാണിച്ചിട്ട് എന്തൊക്കെ ഒപ്പിച്ചു വെച്ചത് സുതാര്യമല്ലെന്ന് പഠിച്ചോണം. സ്വതന്ത്രം പറയാവോ? ഹല്ലേലൂയ. വീട്ടുമുറ്റത്തിൽ ഇവിടുത്തെ തോമാച്ചാന്റെ മുറ്റത്ത് നിന്നോണ്ടാണ് ഞാനിത് പറയുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം അച്ചാനെ നമ്പിക്കൊണ്ട് ഞാൻ പറയുക. ഇതൊരു സഭയുടെ യോഗമല്ല എന്നുള്ളത് കൊണ്ട്, എല്ലാവർക്കും വേണ്ടി ഉള്ളതായതുകൊണ്ട് പറയുക. നമ്മുടെയൊക്കെ വ്യക്തിപരമായ വിശ്വാസത്തിൽ ദൈവത്തിൻ്റെ കണ്ണുകളുണ്ടെന്ന് പഠിച്ചു. സ്തോത്രം. പൗലോസിന്റെ ഒരു യമുന്നാഹ് ഞാൻ പരിചയപ്പെടുത്തട്ടെ. 1 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം പറയുന്നു, ഞാനൊരു ഉപായവും പ്രയോഗിച്ചില്ല എന്നതിന് ദൈവം സാക്ഷി. 2-ന്റെ 5-ാം വാക്യം. 2-ന്റെ 10-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ മുമ്പാകെ ഞാൻ പവിത്രവും അനന്യവും നീതിയായും നടന്നു എന്നതിന് ദൈവം സാക്ഷി. അതാണ് യമുന്നാഹ്. യമുന്നാഹിന്റെ അർത്ഥം നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തെ സാക്ഷി നിർത്തി ജീവിക്കുക. ആരായിരിക്കണം സാക്ഷി? ഭാര്യയോട് ചോദിച്ചു നോക്കുക. ഭാര്യയോട് ചോദിച്ചു, അച്ഛനും അമ്മാമ്മയും കൂടെ ഒത്തു കഴിഞ്ഞാൽ പിന്നെ സംഗതി ഒരേ മൊഴിയല്ലേ വരുള്ളൂ. അച്ഛനോട് ചോദിച്ചു നോക്കെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും കൂടെ ഒത്താലും ഒറ്റ മൊഴിയേ വരുള്ളൂ. പക്ഷേ പൗലോസ് ചോദിക്കുന്നു, ബർന്നബാസിനോടോ ലൂക്കോസിനോടോ അക്വിലാസിനോടോ പ്രിസ്കില്ലയോടോ തിമോത്തിയോസിനോടോ തീത്തോസിനോടോ കർത്തോസിനോടോ തെർത്തോസിനോടോ ചോദിക്കണ്ട, ദൈവത്തോട് ചോദിക്കുക. ദൈവമാ സാക്ഷി. ഇതാണ് യമുന്നാഹ്. ഇതാണ് യമുന്നാഹ്. ബോധ്യമായവർ ദൈവത്തെ സ്തുതിച്ച്. ഇതാണ് 11-ന്റെ 6-ാം വാക്യത്തിൽ പറയുന്ന വിശ്വാസം. ആ വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ എന്തോ ചെയ്യാൻ പറ്റത്തില്ല, പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. ഒറ്റ വാക്യം കൂടെ തന്നെ ഞാൻ നിർത്താം. റോമാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് പറയുക, ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നിങ്ങളുടെ ശരീരങ്ങളെ എന്തോ ചെയ്യണം? സമർപ്പിക്കണം. ആരാധനയ്ക്കായി ശരീരത്തെ സമർപ്പിക്കുമ്പോഴാണ് ദൈവം പ്രസാദിക്കുന്നത്. ആരാധനയ്ക്ക് ശരീരത്തെ, കാളക്കുറ്റനെയോ ആട്ടുകൊറ്റനെയോ കുറുമ്പ്രാവിനെയോ അല്ല പുതിയ നിയമ വിശ്വാസിക്ക് സമർപ്പിക്കാനുള്ളത്. പിന്നെ എന്തിനെയാ? ശരീരത്തെ. വീണ്ടും ശരീരം കയറി വരിക. ശരീരം, ഈ 3 ഘടകങ്ങളും ഒരേപോലെ സുതാര്യമായി സൂക്ഷിച്ചുകൊണ്ട് ദൈവം മുൻപാകെ സമർപ്പിക്കാൻ കഴിഞ്ഞാൽ ആ ആരാധനയിൽ ദൈവം പ്രസാദിക്കും. എൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും കൂടി ഒരുമിച്ച് സമ്മേളിപ്പിക്കപ്പെടുന്ന ഒരു അനുഗ്രഹീതമായ അനുഭവം, അവിടെയാണ് ദൈവപ്രസാദം. നാളെ രാവിലെ ആരാധനയ്ക്ക് വേണ്ടി പോവുകയാണല്ലോ. സ്തോത്രം. ഇനി 2023 ഒരു ഞായറാഴ്ചയും കൂടെ കണ്ടേ ഉള്ളൂ ബാക്കിയുള്ളത്, അല്ലേ? പുതിയ വർഷം അടുത്ത ഞായറാഴ്ച വരുന്ന പുതിയ വർഷം എനിക്ക് തോന്നുന്നു 1-ാം തീയതി ഞായറാഴ്ചയാണെന്ന് തോന്നുന്നു, അല്ലേ? 23 ഞായറാഴ്ച കൊണ്ട് ആരംഭിക്കാം. ആരാധന കൊണ്ട് ആരംഭിക്കാം, പറ്റിയ സമയം തന്നെ. അപ്പോൾ ഒരു കാര്യം ഓർത്തോണം, നാളെ രാവിലെ ആരാധനയ്ക്ക് ആലയത്തിൽ എത്തുന്നതിന് മുമ്പേ ഓർത്തോണം, ഈ ശരീരം ദൈവത്തിന് പ്രസാദമായി അർപ്പിക്കണം. ഒരു തിന്മയുമില്ലാത്ത, ഒരു കൃകൃപ്പമില്ലാത്ത, ഒരു കയ്പമകത്തില്ലാതെ ഈ ശരീരത്തെ ദൈവത്തിന് മുൻപാകെ സമർപ്പിക്കാൻ കഴിയണം. മുൻപത്തെ ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു വാക്യം നിങ്ങൾ കണ്ടെത്തണം. നിന്റെ എല്ലാ വെറുപ്പുകളാലും നിന്റെ സകല മ്ലേച്ഛതകളാലും നീ എൻ്റെ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കിയത് കൊണ്ട് എന്നാണ് ഞാൻ നിന്നെ ആദരിക്കയില്ല, നിന്നോട് കരുണ കാണിക്കയില്ല, എൻ്റെ കടാക്ഷം നിങ്ങൾ നിന്ന് നീക്കിക്കളയും. ദൈവദാസന്മാർക്ക് ശുപാർശ ചെയ്യുന്നു, ആരാധനയിലേക്ക് വരേണ്ട, ആലയത്തിലേക്ക് കയറേണ്ട പ്രവേശന വ്യവസ്ഥ വെളിപ്പെടുത്തുന്ന വാക്യമാണ്. നിന്റെ എല്ലാ വെറുപ്പുകളാലും സകല മ്ലേച്ഛതകളാലും. അപ്പൊ വെറുപ്പുള്ളവനും മ്ലേച്ഛത ഉള്ളവനും എവിടെ വരാൻ പാടില്ല? ആലയത്തിൽ വരരുത്. ശരീരത്തിൽ വെറുപ്പ് പാടില്ല ആരോടും, ശരീരത്തിൽ മ്ലേച്ഛത പാടില്ല. അത് രണ്ടുമുള്ളവൻ എവിടെ വരാൻ പാടില്ല?
രണ്ടും ഉള്ളവളെ യഹോവയുടെ ആലയത്തിൽ വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ നീ വന്നത് നിമിത്തം എൻ്റെ ആലയം എന്ത് ചെയ്തു പോയി? അശുദ്ധമായി. എന്നാണ് ഞാൻ നിന്നെ എന്ത് ചെയ്യത്തില്ല? ആദരിക്കുകയില്ല. അശുദ്ധമായ ആലയത്തിൽ വരികയും യോഗ്യതയില്ലാതെ അപ്പവീഞ്ഞുകൾ കഴിക്കുകയും ചെയ്യുന്നതിൻ്റെ അനന്തരഫലമാ നമ്മുടെ ഈ പല പ്രശ്നങ്ങളും. അറിയാമോ? യഹോവയുടെ ആലയത്തിലേക്ക് വരേണ്ടത് യോഗ്യതയോടെയാ. യെഹെസ്കേൽ 5:11 മറക്കരുത് ഒരിക്കലും. യെഹെസ്കേൽ 5:11 നിങ്ങളുടെ ഇടവകയെ പഠിപ്പിക്കണം നന്നായിട്ട്. മ്ലേച്ഛത, വെറുപ്പ്, മറ്റുള്ളവരുടെ വിദ്വേഷമായി വെറുപ്പ്. മ്ലേച്ഛത എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥം. ഒന്ന്, അന്യദൈവാരാധന. കണ്ടോ? അന്യദൈവാരാധന നടത്തിയിട്ട് ആർക്കാണ്ട് എവിടൊക്കെയോ കണ്ട കുറെ കാണിക്ക വഞ്ചിയിലൊക്കെ ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് വേണ്ടി അവിടെയും ഇവിടെയും എല്ലാം അങ്ങനെ നേർച്ചയും കാഴ്ചയും അർപ്പണവും തർപ്പണവും നടത്തിയിട്ടാണ് ആരാധനയ്ക്ക് നീ ആലയത്തിൽ പ്രവേശിച്ചതെങ്കിൽ അതിനെയാണ് മ്ലേച്ഛത എന്ന് പറയുക. ആത്മിക വ്യഭിചാരം, അന്യദൈവാരാധന. ഓക്കെ, മ്ലേച്ഛതയുടെ രണ്ടാമത്തെ അർത്ഥം എന്താണെന്നറിയാമോ? നിയമവിരുദ്ധ ലൈംഗികത. നിയമവിരുദ്ധ ലൈംഗികതയിൽ ഏർപ്പെട്ടവൾ എവിടെ വരാൻ പാടില്ല? യഹോവയുടെ ആലയത്തിൽ ദൈവം പ്രസാദിക്കണമെങ്കിൽ ആരാധന സംശുദ്ധമായേ പറ്റൂ. യെഹെസ്കേൽ 5:11 ഒരിക്കലും മറക്കരുത്. യെഹെസ്കേൽ 44:5 കൂട്ടത്തിൽ കുറിച്ചോണം. യെഹെസ്കേൽ 44:5, യെഹെസ്കേൽ 5:11 ഈ രണ്ട് വാക്യങ്ങളുടെ ഭാഷ്യമാണ് യേശു പറയുന്നത്. നീ ആലയത്തിൽ വരുമ്പോൾ നിന്റെ സഹോദരൻ നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന് നിനക്ക് അവിടെ വെച്ച് ബോധ്യമായാൽ യാഗവസ്തു അവിടെ വെച്ചിട്ട് നിന്റെ സഹോദരനോട് ആദ്യം എന്തോ ചെയ്യണം? നിരക്കണം. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഇങ്ങനെ ദൈവപ്രസാദം ലഭിക്കപ്പെടുന്നവരെ ചേർക്കാനാണ് അനധിവിദൂര ഭാവിയിൽ കർത്താവ് വെളിപ്പെടാൻ പോകുന്നത്. ദൈവത്തിന് പ്രസാദമുള്ളവരെ മാത്രം കൊണ്ടുപോകാനാണ് കർത്താവ് വരിക. ഇവിടെ വീരസം കാണിച്ചവരെ, ഇവിടെ വിരുത് കാണിച്ചവരെ ഒന്നുമല്ല, വിശുദ്ധിയോടെ നിലകൊണ്ട് ദൈവത്തിൻ്റെ പ്രസാദം നേടിയവരെ കൊണ്ടുപോകാൻ കർത്താവ് എത്രയും വേഗം വെളിപ്പെടാറായി. നമ്മുടെ കർത്താവിൻ്റെ ആ പ്രത്യക്ഷതയിൽ അവനോടൊപ്പം സമാഗമിക്കേണ്ടതിനുള്ള യോഗ്യത നിലനിർത്തി നിൽക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ. ഹൃദയങ്ങൾ ദൈവസന്നിധിയിൽ ഏകാഗ്രമാകട്ടെ. ആത്മീയമായൊരു പരിചിന്തനത്തിനൊരു പുനർവിചാരണയ്ക്ക് സമയമെടുക്കുന്ന രാത്രിയിൽ കർത്താവേ, എൻ്റെ ആത്മീക ജീവിതം അങ്ങയുടെ മുൻപാകെ യമുന്നാഹാണോ? പദം മറക്കല്ലേ, യമുന്നാഹ്. ആത്മാവും ദേഹവും ഒരേപോലെ ദൈവത്തിന് സ്വീകാര്യമായ സുതാര്യത ഉണ്ടോ? എൻ്റെ ആത്മാവിൽ കന്മഷമുണ്ടോ? എൻ്റെ ജഡത്തിൽ അന്ധകാരത്തിൻ്റെ വ്യാപനമുണ്ടോ? എൻ്റെ ദേഹിയിൽ അശുദ്ധ വിചാരങ്ങളുടെ അനുഭവമുണ്ടോ? അശുദ്ധ വിചാരങ്ങൾ കൊണ്ട് നിൻ്റെ മനസ്സ് വല്ലാതെ മലീമസമാണെങ്കിൽ കുഞ്ഞെ, ഇന്ന് രാത്രി ഒരു കഴുകലിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. പ്രാർത്ഥന മുറിയിലേക്ക് വരുമ്പോൾ തരണേ 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 എന്ന സ്ഥിരം പ്രാർത്ഥന പല്ലവി മാറ്റിവെച്ചിട്ട് എന്നെ കഴുകണമേ 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 എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസ ജീവിതം യമുന്നാഹായി മാറും. വിശ്വാസത്തിൻ്റെ ഈ ആലോചനകളെ ഉൾത്തടത്തിലേറ്റ ദൈവമക്കൾ ഒന്ന് സ്തുതിക്കാൻ തയ്യാറായിക്കേ. കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താൻ തയ്യാറാകുക. പാട്ടിൻ്റെയും കീബോർഡിൻ്റെയും താളം കേൾക്കുമ്പം മാത്രമല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്. ഈ ആത്മാവിൻ്റെ ആലോചനകൾ അകതാരിൽ വന്ന് നിറഞ്ഞെങ്കിൽ അല്പസമയം ഒരുമിച്ച് മുറ്റത്തിരുന്നൊന്ന് ആരാധിക്കേ. ദൈവമക്കൾ ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ ആരാധിക്കുമ്പോൾ ഈ ഭവനത്തിനത് വിടുതലാകും. ഈ ഭവനത്തിലെ ഗ്രഹനായിക്ക് ദൈവം കൊടുത്ത കുഞ്ഞുങ്ങൾക്ക് നമ്മളുടെ ആത്മതപനം, നമ്മളുടെ ഏറ്റുപറച്ചിൽ അവർക്ക് കൂടെ ഗുണകരമായി മാറട്ടെ. നമ്മുടെ സഭ സംശുദ്ധമാകട്ടെ. നമ്മുടെ സെന്ററുകൾ, നമ്മൾ നിൽക്കുന്ന പ്രവർത്തന മേഖലകൾ, നമ്മൾ അംഗമായിരിക്കുന്ന പെന്തക്കോസ്ത സംഘടനകൾ, ക്രൈസ്തവ സഭാ സംഘടനകൾ അനുഗ്രഹമാകേണ്ടതിന് കരമടിച്ച് കർത്താവിനെ ഒന്ന് ആരാധിക്കുക. എല്ലാവരും